ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയാണ്. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്കറിയാം, ഓരോ ദിവസവും ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് പഴയ SCERT, പുതിയ SCERT, NCERT ക്ലാസ്സുകൾ തരുന്നുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അതല്ലാതെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. NCERT ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണാനായിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ ആറ്റം തന്മാത്ര എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പിന്നെ വരുന്നത് NCERT ആണ്. NCERTയിലെ മാറ്റത്തെക്കുറിച്ച് ഇതേ പോയിൻറ്റ്സ് തന്നെയാണ് വരുന്നത്, എന്നാൽ കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് നമുക്ക് NCERTയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിൻറ്റ്സും കൂടി പഠിക്കാം. കെമിസ്ട്രി നമുക്ക് കഴിഞ്ഞ എക്സാമിൻ്റെ 10th പ്രിലിംസ് ലാസ്റ്റ് ഘട്ടങ്ങളിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രിലിംസ് എക്സാമിന് തന്നെ നമുക്ക് കെമിസ്ട്രി NCERT കയറി വന്ന കാരണം നമുക്ക് പറയാൻ പറ്റില്ല, ഇനി വരുന്ന എക്സാമുകളിലൊക്കെ നമുക്ക് NCERTയിൽ നിന്നും ചോദ്യങ്ങൾ വരാം. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് PSC പഠിക്കുന്ന. ഇപ്പോൾ നമ്മൾ PSC ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ SCERT മാത്രമല്ല അല്ലേ പഠിക്കുക, അഡീഷണലായിട്ട് കുറച്ച് പോയിൻറ്റ്സും കൂടെ പഠിക്കല്ലോ. ആ പോയിൻറ്റ്സ് ഒക്കെ തന്നെയാണ് NCERTയിലും പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യുക. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കാം കേട്ടോ. അപ്പോൾ 9ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റർ കുറച്ച് ലെങ്തി ആയിട്ടുള്ള നീളത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് കാണാനായിട്ട് അപ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. പഴയ SCERT, പുതിയ SCERT ഓരോ പദാർത്ഥങ്ങളുടെയും ഘടകമൂലകങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. പഞ്ചസാരയുടെ ഘടകമൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്മാത്ര രാസസൂത്രം എന്താണ്? C6 C12 H22 O11 ആണ് പഞ്ചസാരയുടെ തന്മാത്രയുടെ രാസസൂത്രം എന്ന് പറയുന്നത് C12 H22 O11 ആണ്. ആറ്റങ്ങളുടെ എണ്ണത്തിന് അനുപാതം എത്രയാണ്? 12, 22, 11 ആണ് അല്ലേ. 12, 22, 11 ആണ് വരുന്നത്. ഇനി ഗ്ലൂക്കോസ് ആണെങ്കിലോ, ഗ്ലൂക്കോസിലാണെങ്കിലും ഘടകമൂലകങ്ങൾ എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തന്നെയാണ്. പക്ഷെ എന്താണ് ഇവിടെ അനുപാതത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. C6 H12 O6 എന്നിവയാണ് വരുന്നത്. അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം എത്രയായിരിക്കും? ഇപ്പോൾ 6:12:6 എന്ന് 6 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1:2:1 എന്ന് പറയുന്ന അനുപാതമാണ് കിട്ടുന്നത്. ജലമാണെങ്കിലോ H2O ആണ് അല്ലേ. H2O ആണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്? ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അപ്പോൾ അനുപാതം എന്ന് പറയുന്നത് എത്രയാണ്? 2:1 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഘടകമൂലകങ്ങൾ ഇപ്പോൾ പഞ്ചസാരയുടെ ആണെങ്കിലും ഗ്ലൂക്കോസിൻ്റെ ആണെങ്കിലും ഘടകമൂലകങ്ങൾ സെയിം തന്നെയാണ്. പക്ഷെ എന്താണ്, ഇവരുടെ അനുപാതത്തിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. ഇവരുടെ അനുപാതത്തിലാണ് വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് പറയുന്നത്? ഓരോ പദാർത്ഥത്തിൻ്റെ തന്മാത്രയിലും ആറ്റങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ ചേർന്നിരിക്കുന്നുവെന്ന് കണ്ടല്ലോ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടല്ലേ, ഘടകമൂലകങ്ങളും അതുപോലെ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ, അതുപോലെ തന്നെ ഘടകമൂലകാറ്റങ്ങളുടെ എണ്ണത്തിന് അനുപാതം എന്നിങ്ങനെയാണ് വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ് തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആറ്റങ്ങളുടെ പ്രധാന കണങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, എന്താണ്? ന്യൂട്രോൺ ആണ് അല്ലേ. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആണ് ആറ്റത്തിൻ്റെ പ്രധാന കണങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഇവ സബ് ആറ്റോമിക് കണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെന്താണ് പറയുന്നത്? സബ് ആറ്റോമിക് കണങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇലക്ട്രോണിനൊക്കെ കണ്ടുപിടിക്കുന്നതിന് എന്താണ് ചെയ്തിരുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളും ഇലക്ട്രോണിനെ കണ്ടെത്തുന്നതും അതിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ കണ്ടെത്തുന്നതിനായി സഹായകമായിട്ടുള്ള പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. 1875 വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞനാണ്, എന്ന ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഇരുവശത്തും ലോഹത്തകിടുകൾ അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി കടത്തിവിട്ട് പരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ആൾ 1875
എന്നാണ് ഡിസ്ചാർജ് ട്യൂബിലൂടെ അല്ലേ, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളാണല്ലോ ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ട്യൂബിലൂടെ എന്താണ് പറയുന്നത്, ഇരുവശത്തും ലോഹത്തകിടിൽ ഏതേ കാഥോഡ് എന്ന് പറയുന്നതും ആനോഡ് എന്ന് പറയുന്ന 2 ലോഹത്തകിടുകൾ ഇതുമൂലയ്ക്ക് എന്താണ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുവശത്തും ലോഹത്തകിടുകൾ സ്ഥാപിച്ച ഒരു ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടതയിലാണ് വൈദ്യുതി കടത്തിവിട്ടിട്ട് എന്ത് ചെയ്യുന്നത്, പരീക്ഷണങ്ങൾ നടത്തിയത്. വായു ഒരു വിദ്യുദ്രോധി ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലൂടെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ വായു എന്ന് പറയുന്നത് ഒരു വിദ്യുദ്രോധി എന്ന് വെച്ചാൽ എന്താണ്, ഇൻസുലേറ്റർ ആണല്ലേ. വായു എന്ന് പറയുന്നത് എന്താണ്, ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഇൻസുലേറ്റർ ആയതിനാൽ സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകില്ല അല്ലേ, വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. അത് കാരണം ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകുന്നില്ല. എന്നാൽ വായു ഘട്ടം ഘട്ടമായി നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതായിട്ട് കണ്ടു. അപ്പോൾ എന്താണ് ചെയ്തത്, അപ്പോൾ ആദ്യം തന്നെ വായുവിലൂടെ കടന്നു പോകുന്നില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഇതെന്താണ് ചെയ്തത്, ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്തു, വായു നീക്കം ചെയ്ത് മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോഴാണ് ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് കണ്ടത്, അല്ലെങ്കിൽ വൈദ്യുതി ഡിസ്ചാർജിനാകുന്നത് കണ്ടത്. അപ്പോൾ സുഷിരങ്ങളിലുള്ള നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, കാഥോഡും ആനോഡും പറഞ്ഞില്ലേ. അപ്പോൾ സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ, പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്, ഏനോഡ് എന്ന് പറയുന്നതാണ് അല്ലേ. ഏനോഡാണ് പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്താണ്, ഏനോഡാണ്. കാഥോഡ് എന്ന് വെച്ചാൽ എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ, ഘട്ടം ഘട്ടമായിട്ട് നീക്കം ചെയ്തു മർദ്ദം വളരെയധികം കുറയ്ക്കുമ്പോൾ ട്യൂബിലൂടെ വൈദ്യുതി കടന്നു പോകുന്നുവെന്ന് മനസ്സിലായി. സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ് ഉപയോഗിച്ചാൽ അതിന് പിറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയെ ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ എന്താണ് പറയുന്നത്, ആനോഡുമായിട്ട് ഘടിപ്പിച്ചിട്ടുള്ള ഭാഗത്ത് എന്താണ്, ഇളം ഭിത്തിയിൽ എന്താണുള്ളത്, സിങ്ക് സൾഫൈഡ് പൂശിയിരിക്കുന്ന ഗ്ലാസ് ഭിത്തിയാണുള്ളത്. അപ്പോൾ ഈ സിങ്ക് സൾഫൈഡ് പൂശിയിട്ടുള്ള എന്തിലാണ് ഒരു പച്ച രശ്മി കാണുന്നത്, ഇളം പച്ച നിറമുള്ള ഒരു തിളക്കം കാണുന്നുണ്ടെന്ന് മനസ്സിലായി. കാഥോഡിൽ നിന്നും പുറപ്പെടുന്ന ഈ രശ്മികളാണ് തിളക്കത്തിന് കാരണം. ഈ രശ്മികളെയാണ് എന്ന് പറയുന്നത് കാഥോഡ് രശ്മികൾ എന്ന് പറയുന്നത്. അപ്പോൾ കാഥോഡിൽ നിന്നും പുറത്തു വന്ന രശ്മികളാണ് കാഥോഡ് രശ്മികൾ എന്ന് പറയുന്നത്. അതാണ് തിളക്കത്തിന് കാരണമായത് അല്ലേ. കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളാണ് തിളക്കത്തിന് കാരണമായെന്ന് മനസ്സിലായി. അപ്പോൾ കാഥോഡ് രശ്മി കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടെത്തിയെന്ന് ഒന്നുകൂടിയും പറയുന്നുണ്ട്, കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമെന്ന് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു അല്ലേ, മർദ്ദം കുറയുമ്പോൾ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകും. മർദ്ദം കുറയുമ്പോഴാണ് വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നത്, അല്ലെങ്കിൽ വൈദ്യുതി കടന്നു പോകുമോ വായുവിലൂടെ, ഇല്ല. അപ്പോൾ അത് ആദ്യം തന്നെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കുറഞ്ഞ മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൈക്കൽ ഫാരഡെ പഠിച്ചു. അപ്പോൾ ആരാണ് പഠിക്കുന്നത്, ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് ആരായിരുന്നു, മൈക്കൽ ഫാരഡെയാണ് പഠിച്ചത്. പക്ഷേ കാര്യക്ഷമമായ നിർവാത പമ്പുകൾ ഇല്ലാതിരുന്നതും, സെക്ഷൻ പമ്പ്സ് ഇല്ല അല്ലേ, അത് പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള പമ്പില്ല. വായു നീക്കം ചെയ്ത ഗ്ലാസ് ട്യൂബുകൾ ക്രമീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടും പഠനങ്ങൾ ശ്രമകരമാക്കി. അപ്പോൾ എന്നാണ് പറയുന്നത്, ഈ നിർവാത പമ്പുകളും അതുപോലെ തന്നെ ഗ്ലാസ് ട്യൂബുകൾ ഇല്ലാത്ത കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറി ഈ പഠനം എന്ന് പറയുന്നത്. 1854 ഹെൻറിച്ച് ഗ്ലീസറാണ് ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്തത്. ആരാണ്, ഹെൻറിച്ച് ഗീസ്ലറാണ് ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും വികസിപ്പിച്ചെടുത്തത്. മെച്ചപ്പെട്ട ഗീസ്ലർ ട്യൂബുകൾ ലഭ്യമായതോടെ ജൂലിയസ് പ്ലെക്കർ അത് ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ഗീസ്ലറാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും ഒക്കെ കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ചപ്പോൾ ആര് കൂടി, ജൂലിയസ് പ്ലെക്കർ അത് ഉപയോഗിച്ച് നിരവധി പരീക്ഷണങ്ങൾ നടത്തി. വൈദ്യുതി കടത്തിവിടുമ്പോൾ ട്യൂബിലെ കാഥോഡിന് എതിർവശത്തായിട്ട് ഒരു ദീപ്തി ഉണ്ടാകുന്നുവെന്നും കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ തിളക്കത്തിൻ്റെ സ്ഥാനം മാറ്റാമെന്നും അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അങ്ങനെ ആരാണ് കണ്ടെത്തിയത്, ജൂലിയസ് പ്ലെക്കർ ആണല്ലേ കണ്ടെത്തുന്നത്. കാഥോഡിന് തിളക്കം ഉണ്ടെന്നുള്ളതും ഈ തിളക്കത്തിൻ്റെ സ്ഥാനം മാറ്റാനായിട്ട് പറ്റും, കാന്തത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ തിളക്കത്തിൻ്റെ സ്ഥാനം മാറ്റുന്നതിനായിട്ട് പറ്റുന്നതെന്ന് കണ്ടെത്തി. അപ്പോൾ ജോഹൻ വില്യം ഹിറ്റോർഫ്, ഇനി വേറെ ആൾക്കാരുണ്ട് പറയുന്നത്, ജോഹൻ വില്യം ഹിറ്റോർഫ്, അതുപോലെ തന്നെ ഒയ്ഗൻ
ഓയിഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്നീ ശാസ്ത്രജ്ഞരാൽ ഈ പരീക്ഷണങ്ങൾ വീണ്ടും നടത്താണ് ചെയ്യുന്നത്. തുടർന്ന് നടത്തി ജോഹൻ വില്യം ഹിക്ടോർഫും അതുപോലെ തന്നെ ഓയിഗൻ ഗോൾഡ്സ്റ്റെയിൻ എന്നീ ശാസ്ത്രജ്ഞരാണ് പരീക്ഷണങ്ങൾ തുടർന്ന് നടത്തിയത്. കേതോഡിൽ നിന്നും പുറപ്പെടുന്ന ഏതോ രശ്മികളാണ് തിളക്കത്തിന് കാരണമാകുന്നതെന്ന് അവരും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആരൊക്കെ കുറിച്ച് പറയുകയാണ് ചെയ്തത്? എത്ര ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പറഞ്ഞു അല്ലേ? ആദ്യം തന്നെ എന്താ പറഞ്ഞത്? മൈക്കൽ ഫാരഡേ ആണ് ഇതിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയത്. മൈക്കൽ ഫാരഡേ ആണ് ഇതിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷം പറഞ്ഞു എന്താണ്? ഗീസ്ലർ നിർവാത പമ്പുകളൊന്നും ഇല്ലാണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഗീസ്ലർ പറയുന്ന ആൾ എന്ത് സംഭവിച്ചു? എന്താണ് ചെയ്തത്? ഗീസ്ലർ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ട്യൂബുകളും നിർവാത പമ്പുകളും കണ്ടെത്തി. അതിനുശേഷം ആരാണ് പറയുന്നത്? ജൂലിയസ് പ്ലക്കർ കൂടി അല്ലേ? ജൂലിയസ് പ്ലക്കർ കണ്ടെത്തി കേതോഡ് രശ്മികൾ അതിൽ കൂടെ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ പിന്നെ ആരാണ് പറഞ്ഞത്? ജോഹൻ വില്യം ഹിക്ടോർഫും ഓയിഗൻ ഗോൾഡ്സ്റ്റെയിനും കൂടിയിട്ട് ആ പരീക്ഷണങ്ങളിലൂടെ തിളക്കം ഉണ്ടാകുന്നത് കേതോഡ് രശ്മികളിൽ നിന്നാണെന്ന് മനസ്സിലായി. ഇനി കേതോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? കേതോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് എന്താണ്? കേതോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു. ഇതിൽ നിന്നും കേതോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ കേതോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ്? കേതോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു. അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു എന്ന് മനസ്സിലായി. കേതോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങും. കേതോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ എന്ത് സംഭവിക്കും? അത് കറങ്ങുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ കേതോഡ് രശ്മികളുടെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലായി. കേതോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്കാണ് ആകർഷിക്കപ്പെടുന്നതെന്ന് കാണുന്നു. ഇതിൽ നിന്നും കേതോഡ് രശ്മികൾ നെഗറ്റീവ് ചാർജ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലായത്? അതുപോലെ തന്നെ കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണ് കേതോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകളിൽ പറഞ്ഞത്? അതാര്യ വസ്തുവായ കാരണം എന്താണ് മനസ്സിലായത്? അതാര്യ വസ്തുക്കളിൽ വെച്ചാൽ നിഴലുണ്ടാകുന്നത് മനസ്സിലായി. അതിൽ നിന്ന് കേതോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ചക്രം കറങ്ങുന്നത് കാരണം അവിടെ ഒരു മാസ് ഉണ്ട്. കേതോഡ് രശ്മിക്ക് എന്തുണ്ട്? മാസ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എന്താണ് പറയുന്നത്? ഇരുഭാഗത്തുമായിട്ട് എന്ത് വെച്ചു? മണ്ഡലം പ്രയോഗിച്ചപ്പോൾ മനസ്സിലായി ഇതെന്ന് പറയുന്നൊരു നെഗറ്റീവ് ചാർജ് ആണ്. അത് കാരണമാണ് പോസിറ്റീവ് ഭാഗത്തേക്ക് എന്ത് പോകുന്നത്? ആകർഷിക്കപ്പെടുന്നതെന്ന് മനസ്സിലായി. പിന്നെന്താ പറഞ്ഞത്? വ്യതിയാനം സംഭവിക്കുന്നു എന്നും പറഞ്ഞു. കാന്തിക മണ്ഡലത്തിലും ഇവയ്ക്ക് പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് കേതോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ കണികകളെയാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? കേതോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. കേതോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. ആ കണികകളെയാണെന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത് ആരാണ്? ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആരാണെന്ന് നമ്മൾ പഠിക്കാറ്? ജെ തോംസൺ ആണ് കണ്ടെത്തിയത്. പക്ഷെ ഇതിന് മുമ്പും കുറേ ശാസ്ത്രജ്ഞർ ഓരോന്നിലെ കേതോഡ് രശ്മിയൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജെ തോംസൺ ആണ് കണ്ടെത്തിയത്. കേതോഡ് രശ്മികളെ കുറിച്ച് തോംസൺ നടത്തിയ പഠനങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചപ്പോൾ ആറ്റത്തേക്കാൾ ചെറിയ കണികകളുണ്ടെന്ന് തെളിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾക്കും തുടർന്നുള്ള കണ്ടുപിടുത്തങ്ങൾക്കുമായി 1906 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹം നേടി. 1906 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹം നേടി. അപ്പോൾ എങ്ങനെയാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നതിലേക്ക് വന്നതെന്ന് മനസ്സിലായി അല്ലേ? ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ്? 1.76 × 10⁻11 ആണ്. 1.76 × 10⁻11 ആണ്. എന്നാൽ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തുന്നതിൽ ജെ തോംസൺ വിജയിച്ചില്ല. പിന്നീട് റോബർട്ട് മില്ലിക്കൺ ആണ് എന്ത് ചെയ്യുന്നത്? തൻ്റെ പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന് 1.6 × 10⁻90 1.6 ×
10⁻90 കൂളം നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തുകയും ഇതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണെന്ന് കണക്കാക്കുകയും ചെയ്തു. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് 1.76 × 10⁻11 ആണെന്ന് പറയുന്നു. എന്നാൽ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടെത്തുന്നത് എത്രയാണ്? 1.6 × 10⁻90 കൂളമാണ് നെഗറ്റീവ് ചാർജ് എന്നും അതുപോലെ തന്നെ മാസ് എത്രയാണ്? 9.1 × 10⁻31 എന്നും കറക്റ്റായിട്ട് കണ്ടെത്തിയത് ആരാണ്? മില്ലിക്കണാണ്. ഓക്കെ ആയല്ലോ. ഇനി എന്താണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്? അപ്പോൾ ഇലക്ട്രോണിൻ്റെ കഴിഞ്ഞിട്ട് അതിനെന്താണ്? പ്രോട്ടോൺ എന്നാണ് പറയുന്നത്. 1886 ഓയ്ഗൻ ഗോൾഡ്സ്റ്റെയിൻ, ആരാണ്? ഗോൾഡ്സ്റ്റെയിൻ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ സുഷിരങ്ങളുള്ള കേതോട് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്ന രശ്മികൾ കണ്ടെത്തിയത്. ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ, ആനോഡാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞു, ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ നിന്ന് പുറപ്പെടുന്നതിനാൽ ആനോഡ് രശ്മികൾ എന്നറിയപ്പെട്ടു. നമ്മൾ കേതോഡിൽ നിന്നാണ്. കേതോഡ് എന്ന് പറയുന്നത് ഏത് ചാർജ് ആയിരുന്നു പറഞ്ഞു? നെഗറ്റീവ് ചാർജ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് ചാർജ് ഇതാണ്, നെഗറ്റീവ് ചാർജ് ആണ്. ഇനി പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ആനോഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആനോഡ് എന്ന് വെച്ചാൽ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ പ്രോട്ടോൺ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ ഇവ പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകിടിൽ നിന്നും പുറപ്പെടുന്നതിനാൽ ആനോഡ് രശ്മികൾ എന്നറിയപ്പെട്ടു. ഗോൾഡ്സ്റ്റെയിൻ ഈ രശ്മികളുടെ സവിശേഷതകൾ പഠിച്ച് അവയിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണെന്ന് കണ്ടെത്തി. അപ്പോൾ ഹൈഡ്രജൻ വാതകം നിറച്ച ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തിയപ്പോഴാണ് എന്ത് മനസ്സിലായത്? ഈ പോസിറ്റീവ് കണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ്, ഭാരം കുറഞ്ഞതാണെന്ന് കണ്ടെത്തിയത്. ഇതൊരു സബ് അറ്റോമിക് കണമാണെന്ന് കണ്ടെത്തിയതും പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. അപ്പോൾ ഏണസ്റ്റ് റുദർഫോർഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പ്രോട്ടോൺ ആണെന്നും ഇതൊരു സബ് ആറ്റോമിക് കണമാണെന്നും പ്രോട്ടോൺ എന്ന പേര് നൽകിയതും ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ പഠിക്കാനായിട്ട് ഒരു കോഡ് ഉണ്ട് അല്ലേ? ഏതാണ് കോഡ് എന്ന് പറയുന്നത്? അറിയോ? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? PEN-RTC എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ടല്ലോ അല്ലേ? PEN-RTC എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട് അല്ലേ? അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്ന ആരാണ് കണ്ടെത്തിയത്? റുദർഫോർഡ് ആണ്. ഇനി PEN-E എന്ന് പറയുന്ന ഇലക്ട്രോൺ ആരാണ് കണ്ടെത്തിയത്? J.J. തോംസൺ ആണ്. ഇനി എന്താണ് PEN-RTCയിലെ ന്യൂട്രോൺ എന്ന് പറയുന്നത് ആരാണ് കണ്ടെത്തിയത്? ചാഡ്വിക് അല്ലേ? ജെയിംസ് ചാഡ്വിക് ആണ്. അപ്പോൾ PEN-RTC എന്ന് പറയുമ്പോൾ ആരാണ് എന്തൊക്കെ കണ്ടെത്തി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. ഒന്നുകൂടി പറഞ്ഞു തരാം. PEN-RTC അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. PEN-RTC എന്നാണ് കോഡ് വരുന്നത്. PEN-RTC എന്നാണ് വരുന്നത്. PEN-RTC. ഇതിൽ P എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. PEN-RTC എന്നല്ലേ പറഞ്ഞത്? PEN-RTC എന്ന് പറഞ്ഞു. ഇതിൽ P എന്ന് പറയുന്നത് R ആണ്, റുദർഫോർഡ് ആണ് കണ്ടെത്തിയത്. E എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ തോംസണിലെ J.J. തോംസൺ ആണ് കണ്ടെത്തിയത്. ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാഡ്വിക് ആണ്, ജെയിംസ് ചാഡ്വിക് ആണ് കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞു തന്നത് ഇത്ര നേരം? റുദർഫോർഡ് കണ്ടെത്തി എന്ന് പറഞ്ഞു അല്ലേ? പ്രോട്ടോൺ എന്ന് പറയുന്നത് റുദർഫോർഡ് കണ്ടെത്തി എന്ന് പറഞ്ഞു. ഇനി ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക ആരെയാണ് കണ്ടെത്തിയത്? J.J. തോംസൺ ആണ് അല്ലേ? ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക ആരാണ് കണ്ടെത്തിയത്? J.J. തോംസൺ ആണ്. ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാന്നിധ്യം ബോധ്യപ്പെട്ടപ്പോൾ J.J. തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. J.J. തോംസൺ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചു. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. അപ്പോൾ എന്നാണ് പറയുന്നത്? പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിലാണെന്നുണ്ടെങ്കിൽ ഇതാണല്ലേ പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളം നൽകിയിട്ടുണ്ട്. അതിനിടയിൽ എന്തുണ്ട്? നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുണ്ടെന്നും പറയുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം എന്താണ്? തുല്യമായിരിക്കും. പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം എത്രയാണ്? തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എന്നാൽ പല പരീക്ഷണ ഫലങ്ങൾക്കും വിശദീകരണം നൽകാൻ ജോംസൺ മാതൃകയ്ക്ക് സാധിച്ചില്ല. അതിനാൽ ഈ മാതൃക പിന്തള്ളപ്പെട്ടു. അങ്ങനെ ഇതിൽ ചില ഫലങ്ങൾക്കൊന്നും വിശദീകരണം നൽകാനായിട്ട് പറ്റാത്ത കാരണം ഈ പ്ലം പുഡിംഗ് മാതൃക തോംസന്റെ പ്ലം പുഡിംഗ് മാതൃക അംഗീകരിച്ചില്ല.
ഇനി എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്? ഏതൊക്കെ മൂലകങ്ങളാണ് റേഡിയോ ആക്ടിവിറ്റി മൂലകങ്ങൾ എന്ന് പറയുന്നത്? യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. എന്താണ്? യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. 1896 ഹെൻറി ബെക്കറേൽ, ആരാണ്? ഹെൻറി ബെക്കറേലാണ് എന്ത് കണ്ടെത്തുന്നത്? ഇത് കണ്ടെത്തിയത്. അപ്പോൾ യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങളാണ് അല്ലേ, യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസത്തെയാണ് റേഡിയോ ആക്റ്റീവത എന്ന് പറയുന്നത്. 1896 ഹെൻറി ബെക്കറലാണ് ഇത് കണ്ടെത്തിയത്. പ്രധാനമായിട്ട് 3 കിരണങ്ങളാണ് എന്തിനുള്ളത്? ഈ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾക്കുള്ളത്. ഏതൊക്കെയാണ്? ആൽഫ, ബീറ്റ, ഗാമ അല്ലേ. പോസിറ്റീവ് ചാർജും മാസമുള്ള ആൽഫ കണങ്ങൾക്ക് എന്താണ്? പോസിറ്റീവ് ചാർജും മാസമുണ്ട്. നെഗറ്റീവ് ചാർജാണ് ബീറ്റ കണങ്ങൾ എന്ന് പറയുന്നത്. ചാർജും മാസം ഇല്ലാത്തതിനെയാണെന്ന് പറയുന്നത് ഗാമ കിരണങ്ങൾ എന്ന് പറയുന്നത്. ചാർജും മാസമില്ലാത്തതിനാണ് ഗാമ കിരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ എന്ന് പറയുന്നതിന് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ. ആൽഫയ്ക്ക് പോസിറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് ആണ്. ബീറ്റ കണങ്ങൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. ഗാമ കണങ്ങൾക്ക് എന്തില്ല? ചാർജും മാസും ഇല്ല എന്ന് മനസ്സിലായി. റുദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് നോക്കാം. 1911 ഏണസ്റ്റ് റുദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ ഹാൻസ് ഗീഗറും അതുപോലെ തന്നെ ഏണസ്റ്റ് മാഡ്സൺ എന്നിവർ വളരെ നേർത്ത സ്വർണ്ണത്തകിടിൽ ആൽഫ കിരണങ്ങൾ പതിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്തി. ഈ പരീക്ഷണങ്ങൾ ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ സഹായിച്ചു. റേഡിയോ ആക്റ്റീവതയുള്ള പദാർത്ഥങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ ഒരു നേർത്ത സ്വർണ്ണത്തകിടിൽ കൂടി കടത്തിവിട്ട് അവയുടെ പാതയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണ്ടെത്താൻ റുദർഫോർഡ് ശ്രമിച്ചു. സ്വർണ്ണത്തകിടിൽ നിന്നും പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പതിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്താണ്. ഈ ഗോൾഡ് ഫോയിൽ പരീക്ഷണത്തിലൂടെ എന്താണ് കണ്ടെത്തിയെന്ന് നമുക്ക് നോക്കാം. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ യാതൊരു വ്യതിയാനവും ഇല്ലാതെ കടന്നുപോയി അല്ലേ. ഭൂരിഭാഗം ആൽഫ കണങ്ങളും എന്താണ് വ്യതിയാനമൊന്നും സംഭവിക്കാണ്ട് നേരെ വ്യതിയാനമില്ലാതെ നേരെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്നും ചെറിയ കോണളവിൽ വ്യതിചലിച്ച് സഞ്ചരിച്ചു. ഇതാണ് സ്വർണ്ണത്തകിട് എന്ന് പറയുന്നത്. ഈ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ ചിലതൊക്കെ നേരെ തിരിച്ച് വ്യതിചലിച്ചിട്ടുണ്ട് അല്ലേ. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രമാണ് 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നത്. അപ്പോൾ 180 ഡിഗ്രി കോണളവിൽ തിരിച്ചു വന്നത് എത്രയാണ്? ഭയങ്കര കുറച്ച് ഇതാണ് മനസ്സിലായി. അപ്പോൾ ഈ പരീക്ഷണങ്ങളിൽ നിന്നും അദ്ദേഹം ഒരു കാര്യം കണ്ടതാണ് ചെയ്യുന്നത്. എന്താണ് കണ്ടെത്തിയത്? ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമായതിനാലാണ് ഭൂരിപക്ഷം ആൽഫ കണങ്ങളും വ്യതിയാനം കൂടാതെ കടന്നുപോയത്. അപ്പോൾ ആറ്റത്തിൻ്റെ ഭൂരിഭാഗം എന്താണെന്ന് മനസ്സിലായി? ശൂന്യമാണെന്ന് മനസ്സിലായി. അത് കാരണമാണ് ആൽഫ കണങ്ങളൊക്കെ വ്യതിയാനം കൂടാതെ കടന്നുപോയത്. പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തു കൂടി കടന്നു പോയപ്പോൾ വികർഷിക്കപ്പെട്ടതിനാലാണ് അവ ചെറിയ കോണളവിൽ വ്യതിചലിച്ചത്. അപ്പോൾ കുറേയൊക്കെ വെറുതെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അവിടെ നിന്നാണ് ശൂന്യതയായിരിക്കും എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം. അതുപോലെ തന്നെ കുറച്ചെണ്ണം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് തിരിച്ചു വരാൻ കാരണം എന്താണ്? അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഓൾറെഡി ആൽഫ കണങ്ങളിൽ പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായത് കാരണമായിരിക്കും വികർഷിക്കപ്പെട്ടിട്ട് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ളൊരു ചെറിയ വ്യാപ്തത്തിലാണ്. ഈ കേന്ദ്രഭാഗം ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ ചെറുതാണ്. ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ തിരികെ വന്നത്. ഈ കേന്ദ്രത്തെയാണ് അദ്ദേഹം എന്തെന്ന് വിളിച്ചത്? ന്യൂക്ലിയസ് എന്ന് വിളിച്ചത്. ഏത് കേന്ദ്രത്തെയാണ്? നമ്മൾ പറഞ്ഞില്ലേ, കുറച്ച് 180 ഡിഗ്രി ആയിട്ട് ചെറിയ കോണളവിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രി കോണളവിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ മനസ്സിലായി? അവിടെ എന്തോ ഒരു ചെറിയൊരു വ്യാപ്തത്തിലുള്ള ഒരു മധ്യഭാഗത്ത് ഒരു ചെറിയ വ്യാപ്തത്തിലുള്ള എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. അതെന്ന് പറയുന്നത് വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അത് ചെറുതാണെന്ന് മനസ്സിലായി. അപ്പോൾ അതിനെയാണ് ന്യൂക്ലിയസ് എന്ന പേര് വിളിച്ചത്. അപ്പോൾ ന്യൂക്ലിയസ് എന്ന് പേര് വിളിച്ചത് ആരാണ്? റുദർഫോർഡ് ആണല്ലേ.
റുദർഫോർഡിനെ ആറ്റം മാതൃകയിൽ താഴെ പറയുന്ന രീതിയിൽ ചുരുക്കി എഴുതാം. ഈ പറഞ്ഞതൊക്കെ നമുക്ക് ചുരുക്കി പറയാം. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന കേന്ദ്രഭാഗമുണ്ട്. എന്നാണ് പറഞ്ഞത്? ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലിപ്പം വളരെ കുറവാണ്. ആറ്റത്തിൻ്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായിട്ടും ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പോൾ റുദർഫോർഡിനെ ഈ മാതൃക അറിയപ്പെടുന്നത് എന്താണ്? സൗരയൂഥ മാതൃക എന്നാണ്. റുദർഫോർഡിൻ്റെ മാതൃക സൗരയൂഥ മാതൃക. ജെ തോംസൺ എന്തായിരുന്നു? പ്ലം പുഡിംഗ് മോഡലായിരുന്നു അല്ലേ? ഇനി റുദർഫോർഡിനും ആറ്റത്തിനും എന്തുണ്ടായിരുന്നു? ചെറിയ പരിമിതികൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണ്? വൈദ്യുതകാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായിട്ട് ഊർജ്ജം പുറത്തുവിടേണ്ടതാണ്. അതിനാൽ റുദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ തുടർച്ചയായിട്ട് ഊർജ്ജം നഷ്ടപ്പെടുത്തി ന്യൂക്ലിയസിൽ പതിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്രകാരം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ റുദർഫോർഡിൻ്റെ മാതൃകയ്ക്ക് സാധിച്ചില്ല. അപ്പോൾ എന്താണ് പറഞ്ഞത്? റുദർഫോർഡ് മാതൃക അനുസരിച്ചിട്ട് ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്ന നെഗറ്റീവ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? വലം വയ്ക്കുന്ന ന്യൂക്ലിയസിന് ചുറ്റും എന്ത് വലം വയ്ക്കുന്നുണ്ട്? ഇലക്ട്രോൺസ് വലം വയ്ക്കുന്നു. ഇലക്ട്രോൺസിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വലം വയ്ക്കുമ്പോൾ ഊർജ്ജം നഷ്ടപ്പെടുന്നത് എന്ത് സംഭവിക്കാം? ന്യൂക്ലിയസിൽ പതിക്കണം. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. അത് കാരണം എന്ത് സംഭവിച്ചില്ല? ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ റുദർഫോർഡിന് സാധിച്ചില്ല. അപ്പോൾ നമ്മൾ പ്രോട്ടോണും ഇലക്ട്രോണും പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്? ന്യൂട്രോൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലേ, ചാഡ്വിക് ആണ് കണ്ടെത്തിയതെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിൻ്റെ യഥാർത്ഥ മാസ് പ്രോട്ടീനുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ റുദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടു. എന്നാൽ ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് 1932 ജെയിംസ് ചാഡ്വിക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്തുണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസാണെന്നും കണ്ടെത്തി. ചാർജ് ഇല്ലാത്തതിനാൽ ഈ കണത്തിന് വിളിച്ചു ന്യൂട്രോൺ എന്ന പേര് നൽകി. അപ്പം എന്നാണ് പറഞ്ഞത്? 1932 ജെയിംസ് ചാഡ്വിക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനുള്ളിൽ ഉണ്ടെന്ന് കണ്ടെത്തി. അവയ്ക്ക് ഏകദേശം എന്തിൻ്റെ ചാർജാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അതേ മാസ് ആണെന്ന് പറഞ്ഞു. എന്നാൽ ചാർജ് ഇല്ല. അത് കാരണം എന്ത് പേരിട്ടു? ന്യൂട്രോൺ എന്ന് പറയുന്ന പേര് നൽകി. ഇനി നീൽസ് ബോറിൻ്റെ ആറ്റം മാതൃക അല്ലേ? ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അംഗീകരിച്ചിരിക്കുന്ന മാതൃക എന്ന് പറയുന്നത്. റുദർഫോർഡിനെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിനായി 1913 സ്പാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക. 1913 ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക എന്ന് പറയുന്നത്. ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങളാണ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലൂടെയാണ്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനെയാണ് എന്ന് പറയുന്നത് ഊർജ്ജനിലകൾ എന്ന് പറയുന്നത്. ഓർബിറ്റുകളെയാണ് ഊർജ്ജനിലകൾ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ്ജ നിലകൾ എന്നറിയപ്പെടുന്നു. സ്ഥിരോർജ്ജ നിലകൾ എന്ന് പറയുന്നു. ഇലക്ട്രോൺസിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടി വരുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്ന് ഊർജ്ജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്നു. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ബോർ ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് എവിടെയാണ്? നിശ്ചിത ഓർബിറ്റുകളിലാണ്. അതിന് ഓരോ നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഈ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അത് കാരണം ഇതിനെ സ്ഥിരോർജ്ജ നിലകൾ എന്ന് പറയുന്നു. പിന്നെ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടി വരുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഊർജ്ജം ആഗിരണം ചെയ്യുന്നു. ഓർബിറ്റുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകിയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. തുടർന്ന് വന്ന ചില പഠനങ്ങളിൽ ഊർജ്ജ നിലകൾ എന്തെന്ന് വിളിച്ചു? ഷെല്ലുകൾ എന്ന് വിളിച്ചു അല്ലേ? ഷെല്ലുകൾ എന്ന് വിളിച്ചു.
ചില ഊർജ്ജ നിലകളെയാണ് ഷെല്ലുകൾ എന്ന് വിളിച്ചത്. അപ്പോൾ 1, 2, 3, 4 എന്ന് പറയുന്നത് എന്താണ്? KLMN എന്നിങ്ങനെ ഷെല്ലുകളായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, പ്രോട്ടോൺ എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ന്യൂക്ലിയസിലാണ് പ്രോട്ടോൺ ഉള്ളത്. അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്ന് പറയുന്നതും ന്യൂക്ലിയസിലാണുള്ളത്. പിന്നെ എന്താണ്? ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിലാണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓർബിറ്റിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. ന്യൂട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ന്യൂക്ലിയസിലാണുള്ളത്. ഇനി ചാർജുകൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. ഇനി മാസം എന്ന് പറയുന്നത് എത്രയാണ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രായോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാസം നൽകിയിട്ടുണ്ട്. എന്താണ് ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് യു എന്നാണ് എന്തെന്ന് പറയുന്നത്? ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റിനെ പറയുന്നത്. ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ മാസിൻ്റെ 1/1837 ഭാഗമാണ്. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1/1237 ഭാഗമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോൺ എന്നിവയെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അറ്റോമിക് നമ്പറും മാസ് നമ്പറുമാണ്. ഒരു ആറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണിൻ്റെ എണ്ണം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റേതാണെന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അപ്പോൾ ഒരു ആറ്റം ഏത് മൂലകത്തിൻ്റേതാണെന്ന് തീരുമാനിക്കുന്നത് എന്താണ്? അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ Z എന്ന് പറയുന്നത്. എന്താണ്? Z എന്ന് പറയുന്നതാണ് ആറ്റോമിക് നമ്പറിൻ്റെ സിമ്പൽ. അപ്പോൾ ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുന്നുണ്ട്. ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അത് A ആണ് സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ Z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണെന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണത്തെയാണ് പറഞ്ഞത്. പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേരുന്നതിനെയാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെന്ന് പറയാം? മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മാസ് നമ്പർ എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ പ്രോട്ടോൺ എണ്ണം എന്ന് പറയുന്നത് തന്നെയാണല്ലോ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം കാണുന്നത് എങ്ങനെയാണ്? മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോണുകളുടെ എണ്ണം കുറയ്ക്കുക, അല്ലെങ്കിൽ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറയ്ക്കുക. എന്താണ് മൗലിക ഗണങ്ങൾ എന്ന് പറയുന്നത്? ഒരു ആറ്റത്തെ വിഭജിക്കാമെന്നും അതിൽ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ എന്നീ കണങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലായി. ഇവയെ വീണ്ടും വിഭജിക്കാനായിട്ട് പറ്റുമോ? ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തതിനാൽ അതൊരു മൗലിക കണമാണ്. എന്നാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാവുന്നത് 3 വിധം കോർക്കുകൾ കൂടി ചേർന്നാണ്. അതിനാൽ അവയെ മൗലിക കണങ്ങളായിട്ട് പരിഗണിക്കുന്നില്ല. അപ്പോൾ വീണ്ടും വിഭജിക്കാനായിട്ട് കഴിയാത്തതിനാലാണ് ഇലക്ട്രോണുകളെ മൗലിക കണം എന്ന് പറയുന്നത്. വിഭജിക്കാൻ പറ്റാത്ത കാരണം എന്താണ് പറയുന്നത്? അത് മൗലിക കണമല്ല എന്നാണ് പറയുന്നത്. ഒരു ആറ്റത്തെ പ്രതീകം ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുമ്പോൾ പ്രതീകത്തിൻ്റെ ഇടതുവശത്ത് മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പറും ആറ്റോമിക് നമ്പറാണ് എഴുതുന്നത്. അപ്പോൾ എന്താണ്? മുകളിലാണെന്നുണ്ടെങ്കിൽ Cl 3517 എന്ന് പറയുമ്പോൾ Cl 3517. അപ്പോൾ ഇതിൽ മുകളിലുള്ളത് എന്താണ് പറയുന്നത്? മാസ് നമ്പറാണ്. താഴെയുള്ളത് എന്താണ്? ആറ്റോമിക് നമ്പറാണ്. അപ്പോൾ Cl 3517 പ്രോട്ടോൺ നമ്പറും ഇലക്ട്രോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയാണ്? ഇത് കമൻറ്റ് ചെയ്യട്ടോ. Cl-ൻ്റെ ക്ലോറിൻ്റെ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും എത്രയാണുള്ളത്. ഇനി കാൽസ്യത്തിൻ്റെ എത്രയാണ്? 40 ആണ്. 40 20 തന്നിട്ടുണ്ട് അല്ലേ. 40 20 തന്നിട്ടുണ്ട്. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ 40 എന്ന് പറയുന്നതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. 20 ആറ്റോമിക് നമ്പർ. അപ്പോൾ ആറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോൺ നമ്പർ എന്ന് പറഞ്ഞല്ലോ. 20 എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ എന്ന് വരുന്നത് പ്രോട്ടോൺ നമ്പർ വരുന്നത്. ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? ഇലക്ട്രോൺ എന്ന് വെച്ചാൽ പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്?
ന്യൂട്രോൺ എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടോണിൻ്റെ എണ്ണത്തിൽ നിന്നും ആറ്റോമിക് നമ്പർ മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലാണ് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടുന്നത്. അപ്പോൾ എത്രയാണ്? 40-ൽ നിന്നും 20 കുറച്ചാൽ എത്രയാണ്? 20 കിട്ടുന്നത്. അപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുന്നതും 20 എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? കാൽസ്യത്തിൻ്റെ മുകളിലുള്ള ഭാഗത്തെയാണെന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്, അടിയിലുള്ളതിനെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ചു. ആറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ന്യൂട്രോണിൻ്റെ എണ്ണം കാണുന്നതിനായിട്ട് മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ പ്രതീകം ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ് അല്ലേ? അടിയിലുള്ളതാണ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. ഇനി മാസ് നമ്പർ എത്രയാണ്? 1 തന്നെയാണ്. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 1 - 1 0 ആണ്. ഇനി ലിഥിയത്തിനാണെന്നുണ്ടെങ്കിൽ ലിഥിയത്തിൻ്റെ 7 ആണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മാസ് നമ്പർ എത്രയാണ്? 7 ആണെന്ന് തന്നിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ 3 ആണെന്ന് തന്നിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണും ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ്? 3 തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം വരുന്നതും ഇലക്ട്രോണിൻ്റെ എണ്ണം വരുന്നതും. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 3-ൽ നിന്നും 7 കുറച്ചാൽ എത്രയാണ്? 4 ആണല്ലേ? അപ്പോൾ 4 എന്ന് പറയുന്നതാണ് ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ എന്ന് പറയുന്നത് 16 ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാസ് നമ്പർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാസ് നമ്പർ എത്രയാണ്? 16 ആണെന്ന് എഴുതി. ഇനി ആറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണല്ലേ? 8 ആണെന്നുള്ളത് എഴുതി. ഇനി പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണ്? ആറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 8 തന്നെയാണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? പ്രോട്ടോണിൻ്റെ എണ്ണം തന്നെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ എത്രയാണ്? ആറ്റോമിക് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണം ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ 8 തന്നെയാണ് വരുന്നത്. ന്യൂട്രോണിൻ്റെ എണ്ണം കാണുന്നതിനായിട്ട് ആറ്റോമിക് മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ 8 ആണെന്നുള്ളത് കിട്ടി. ബാക്കിയുള്ളതൊക്കെ തന്നെ ചെയ്യട്ടോ. ഇനി ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 1, 2, 3, 4 എന്ന് പറയുന്ന സബ്ഷെല്ലുകളുണ്ട്. അതിന് KLM എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് 2n² എന്ന് പറയുന്നത്. 2n² വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഷെല്ലും എത്ര ഇലക്ട്രോണുകൾ കൊള്ളുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് K എന്ന് പറയുന്നത് ഓർബിറ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഇലക്ട്രോണുകളുടെ എണ്ണത്തിനെ കാണുന്നതിനായിട്ട് 2n² ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2 × എത്ര വരും? ഓർബിറ്റ് നമ്പർ എത്രയാണ്? എന്ന് വെച്ചാൽ എത്രയാണ്? 1 ആണ് അല്ലേ? 2 × 1² എന്ന് വെച്ചാൽ എത്രയാണ്? 2 തന്നെയാണ് അല്ലേ? അപ്പോൾ 2 തന്നെയാണെന്നുള്ളത് കിട്ടി. ഇനി പേര് നൽകിയിട്ടുള്ളത് L അല്ലേ? L എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 × n² എന്ന് പറയുമ്പോൾ n എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 × 2² എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അതുപോലെ തന്നെയാണ് 3, 4ഉം m എങ്ങനെ കണ്ടുപിടിക്കുക? അതുപോലെ തന്നെ 2 × 3² അല്ലേ? അപ്പോൾ 3 × 3 9, 8, 3 എത്രയാണ്? 27. 2 × n² എന്ന് പറയുമ്പോൾ 2 × 3² അല്ലേ വരുന്നത്? 2 × 3² എന്ന് വരും. അപ്പോൾ 2 × എത്രയാണ്? 2 × 9 എത്രയാണ്? 18 ആണല്ലേ? അപ്പോൾ 18 എന്ന് തോന്നുന്നു. അപ്പോൾ 2, 8, 18, 32 എന്നിങ്ങനെയാണ് വരുന്നത്. 2, 8, 18, 32 എന്നിങ്ങനെയാണ് ഓർബിറ്റ് നമ്പറും അവരുടെ ഇലക്ട്രോണിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്. പൊതുവേ താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് പറയുന്നത്? ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എണ്ണം നിറച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത ഓർബിറ്റിലേക്ക് പോവുകയുള്ളൂ. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ എത്രയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്? 8 തന്നെയായിരിക്കും. അങ്ങനെ ഒരു ആറ്റത്തിൻ്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് രേഖപ്പെടുത്തുന്നതിനാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജന് നമുക്കറിയാം ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ്. ഹീലിയത്തിനാണെങ്കിൽ ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആണ്. ഇനി ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 2-ലാണ് അല്ലേ? 2 ആണ്. Kയിൽ എത്രയാണ്? അവിടെ എത്ര ഇലക്ട്രോൺസ് ആണെന്ന് പറയുന്നത്? 2 ആണ് അല്ലേ? അപ്പോൾ 2 കിട്ടി. ലിഥിയത്തിനാണെങ്കിൽ 3 ആണ് ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? 3 തന്നെയാണ്. ഇലക്ട്രോൺ വിന്യാസം കാണുന്നതിന് എത്രയാണ്? Kയിൽ എത്രയാണ് കൊള്ളുന്നത്? 2 ആണ് കൊള്ളുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ Kയിൽ എത്ര എഴുതി? 2 എഴുതി. ഇനി Lലാണെന്നുണ്ടെങ്കിലോ നമുക്ക് ബാക്കിയുണ്ടല്ലേ? 3 അല്ലേ ഉള്ളത്? ആറ്റോമിക് നമ്പർ 3 എണ്ണമാണ്. ബാക്കി 1 ഇതിൽ പോകും, Lലേക്ക് പോകും. ഇനി ബെറിലിയത്തിലാണെന്നുണ്ടെങ്കിൽ 4 ആണ്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ് വരിക? 4-ലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ് വരിക? 4-ലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ് വരിക?
4 അല്ലേ? ഇപ്പം 4 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കെ എന്ന് പറയുന്നതിലാണ് എത്ര 2 ഇലക്ട്രോണാണ് കൊള്ളുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 2 എന്ന് എഴുതി ഞാൻ. ഇനി എല്ല് ബാക്കി എത്രയാണ്? 4 എന്ന് പറയുമ്പോൾ ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അപ്പോൾ 2 ഇലക്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ എത്രയിൽ എഴുതി? ഇവിടെ എല്ലിൽ എഴുതി. അപ്പോൾ 2 എന്ന് പറയുന്നത് 2ൽ എഴുതി. ഇനി നമുക്ക് നോക്കാം കാർബൺ. നൈട്രജൻ നോക്കാം. നൈട്രജൻ്റെ എത്രയാണ്? 7 ആറ്റോമിക് നമ്പർ വരുന്നത്. നൈട്രജൻ 7 വരുന്നത്. അപ്പം നമുക്ക് കെയിലും എല്ലുമിലും എങ്ങനെ എഴുതാം? ആദ്യം തന്നെ 2 കൊള്ളുന്നതെന്ന് പറഞ്ഞു. പിന്നത്തിൽ എത്ര കൊള്ളും? പിന്നത്തിൽ 8 കൊള്ളും അല്ലേ? അപ്പം നമുക്ക് എത്രയാണ്? 7 വേണ്ടത്. അപ്പം നമുക്ക് എത്രയാണ്? ബാക്കി 5 വരുന്നത്. അപ്പോൾ 2, 5 ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇനി അലുമിനിയത്തിന് നോക്കാം. അലുമിനിയം എന്ന് പറയുന്നത് 13 പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 13. അപ്പോൾ 13 അല്ലേ? 13 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇത് എഴുതിയിട്ടുണ്ട് അല്ലേ? 13 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഷെല്ലിലേക്ക് അതിൽ 2 ഇലക്ട്രോണാണ് കൊള്ളുന്നത്. അടുത്തതിൽ 8 ഇലക്ട്രോണാണ് കൊള്ളുന്നത്. 13 എന്ന് പറയുമ്പോൾ 2, 8, 10 ആവുള്ളൂ അല്ലേ? ബാക്കി 3 എവിടേക്ക് പോകും? എമ്മിലേക്ക് പോകും. ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ആദ്യത്തെ ഷെല്ലിൽ 2 കെയിൽ എത്രയാണ് കൊള്ളുക? 2 കൊള്ളുള്ളൂ. അതുപോലെ തന്നെ എല്ലിലാണെന്നുണ്ടെങ്കിൽ 8 വരെയാണ് കൊള്ളുള്ളൂ. ബാക്കി വരുന്നത് എത്രയിലാണ്? എമ്മിലാണ്. അതിലെത്രയാണ്? 18 കൊള്ളുള്ളൂ അല്ലേ? അപ്പോൾ 2, 8, 18, 32 എന്നിങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലായി. 1 മുതൽ 18 വരെയുള്ള ആറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം മാത്രമേ ഈ രീതി അനുസരിച്ച് കൃത്യമായിട്ട് എഴുതാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെ ഹൈഡ്രജൻ എങ്ങനെയാണ് ഓർബിറ്റിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓർബിറ്റിൽ എങ്ങനെയാണ്? ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1. അപ്പോൾ പ്രോട്ടോൺ നമ്പർ എത്രയാണ്? 1 തന്നെയാണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആണ്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 കറങ്ങല്ല ചെയ്യുന്നത്. പ്രോട്ടോൺ ഇതിൻ്റെ ഓർബിറ്റിൽ കറങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1. പ്രോട്ടോൺ എന്ന് പറയുന്നത് എത്രയാണ്? 1. 0 ന്യൂട്രോൺ ആണ് അല്ലേ? കാരണം എന്താ? 1 - ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പറും ഇതെന്ന് പറയുന്നത് 1. അപ്പോൾ 1 - 1 എന്ന് വെച്ചാൽ 0 ആണ്. അപ്പോൾ നമുക്ക് ന്യൂട്രോൺ എന്ന് പറയുന്നത് 0 കിട്ടിയിരിക്കുന്നത്. ഇനി ബോറോണിൻ്റെ എത്രയാണ് പറഞ്ഞേക്കുന്നത്? ആ ബോറോണിൻ്റെ 11 മാസ് നമ്പർ എന്ന് പറയുന്നത്. ബോറോണിൻ്റെ 11 മാസ് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 5 ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കിയാൽ ആദ്യത്തേൽ 2 അല്ലേ? ആദ്യത്തെ കെയിൽ 2 ഷെല്ലിൽ കെ ഷെല്ലിൽ എത്രയാണ് കൊള്ളുന്നത്? 2 കൊള്ളുന്നത്. എല്ലിലാണെന്നുണ്ടെങ്കിൽ 3 കൊള്ളുന്നത്. ബാക്കി 3 അടുത്ത ഓർബിറ്റിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലിൽ അല്ലേ? അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 5 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ 5 പ്രോട്ടോൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്രയാണ് എഴുതിയിരിക്കുന്നത്? ന്യൂട്രോൺ എന്ന് വെച്ചാൽ എത്രയാണ്? നമുക്ക് പറയാം 11 നിന്നും 5 കുറച്ചാൽ 6 കിട്ടുന്നത്. അപ്പോൾ 6 ന്യൂട്രോൺ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയാണ് വിന്യാസം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഐസോടോപ്പുകളാണ്. ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് അതിലെ സബ് ആറ്റോമിക് കണങ്ങളുടെ എണ്ണമാണെന്ന് പറഞ്ഞേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഒരു മൂലകം ഏതാണെന്ന് നിശ്ചയിക്കുന്നത് ഏതാണ്? നോക്കിയേ, ഇവിടെ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ നൽകിയിട്ടുണ്ട്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്ന് പറയുന്നതിന് നൽകിയിട്ടുണ്ട് ഐസോടോപ്പുകൾ നൽകിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ്. അപ്പോൾ ഹൈഡ്രജൻ ഇപ്പോൾ നമുക്ക് ആറ്റത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. പ്രോട്ടിയം എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞു H11 ആണ്. അപ്പോൾ അതിൽ പ്രോട്ടോൺ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അടിയിലാണല്ലോ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 1 - 1 0 ആണ്. ഇലക്ട്രോൺ എന്ന് വെച്ചാൽ എത്രയാണ്? 1 തന്നെയാണ്. ആറ്റോമിക് നമ്പറും 1 തന്നെയാണ്. പിന്നെന്താണ്? മാസ് നമ്പർ എന്ന് പറയുന്നതും 1 തന്നെയാണ്. ഡ്യൂട്ടീരിയം എന്ന് പറയുമ്പോൾ എത്രയാണ്? H21 ആണ് അല്ലേ? അപ്പോൾ 2 എന്ന് പറയുന്നത് എത്രയാണ്? മാസ് നമ്പറാണ്. അപ്പോൾ നമുക്ക് 1ൻ്റെ ആവശ്യമുള്ളൂ അല്ലേ? അടിയത്തെ ആവശ്യമുള്ളൂ. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്നത് 1 ആണ്. ന്യൂട്രോൺ എത്രയാണ്? 2 - 1 അല്ലേ? 2 - 1 എന്ന് വെച്ചാൽ 1 ആണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 തന്നെയാണ്. മാസ് നമ്പർ എത്രയാണ്? 2 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഇനി 3 ട്രിഷിയത്തിനാണെന്നുണ്ടെങ്കിൽ 3 അല്ലേ? പ്രോട്ടോൺ എത്രയാണ്? അടിയിലുള്ളത് അല്ലേ? 1 ആണ്. ന്യൂട്രോൺ എന്ന് വെച്ചാൽ 1 ആണ്. ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ന്യൂട്രോൺ എന്ന് വെച്ചാൽ 3 - 1 2 ആണ്. ഇലക്ട്രോൺ എന്ന് വെച്ചാൽ 1 ആണ്. ആറ്റോമിക് നമ്പർ എത്രയാണ്? 1 ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്.
അപ്പോൾ ഈ ആറ്റങ്ങളുടെ ആറ്റോമിക് നമ്പർ എത്രയാണ്? അപ്പോൾ നമുക്ക് മനസ്സിലായി ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ് അല്ലേ? പ്രോട്ടിയത്തിൻ്റെയും ഡ്യൂട്ടീരിയത്തിൻ്റെയും ട്രിഷിയത്തിൻ്റെയും ആറ്റോമിക് നമ്പർ സെയിം ആണ്. ആറ്റോമിക് നമ്പർ 1 ഉള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലേ? എങ്കിൽ ഇവ 3ഉം ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. ഈ ആറ്റങ്ങൾ തമ്മിൽ ഏത് കണത്തിൻ്റെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്? ന്യൂട്രോൺ അല്ലേ? ന്യൂട്രോണിൻ്റെ എണ്ണത്തിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഇവയുടെ മാസ് നമ്പർ ഒരുപോലെയാണോ? അല്ല അല്ലേ? 1, 7, 1, 2, 3 എന്ന് പറയുന്ന മാസ് നമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. ഇവയിലെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതാണ്? ന്യൂട്രോൺ ആണല്ലേ 0 വരുന്നത്. ന്യൂട്രോൺ പ്രോട്ടിയത്തിലാണ് എന്തില്ലാത്തത്? ന്യൂട്രോൺ ഇല്ലാത്തതെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോടോപ്പുകൾ ഒരേ രാസസ്വഭാവം കാണിക്കുന്നു. എന്നാൽ ഭൗതിക സ്വഭാവങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഭൗതിക സ്വഭാവത്തിൽ പറയുന്നത്? ഒരേ ഇപ്പം നമ്മൾ ഐസോടോപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു? ഒരേ ആറ്റോമിക് നമ്പർ വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഘനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയത്തിന് ഘനജലം ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയത്തിന് ഓക്സൈഡാണ്. അപ്പോൾ ഡ്യൂട്ടീരിയത്തിന് ഓക്സൈഡ് ആണെന്ന് പറയുന്നത് ഘനജലം എന്ന് പറയുന്നത്. ഈ ഘനജലം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഘനജലം എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയത്തിൻ്റെ ഓക്സൈഡാണ് ഘനജലം എന്ന് പറയുന്നത്. ഇനി കാർബൺ 12, 13, 14 എന്നിവ കാർബണിൻ്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടുതലുമായ കാർബൺ ഐസോടോപ്പ്. എത്രയാണ്? കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോടോപ്പ് എന്ന് പറയുന്നത്. കാർബണിൻ്റെ ആകെ ഐസോടോപ്പുകളിൽ നടക്കുന്ന ഏകദേശം 1.1% മാത്രമാണ് കാർബൺ 13 എന്ന് പറയുന്നത്. ഇത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ കാർബൺ 13 എന്തിനാണ് ഉപയോഗിക്കുന്നത്? സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. കാർബൺ 14 എന്താണ്? ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ അപ്പോൾ നമ്മൾ എവിടെ എന്താണ് പറഞ്ഞത്? കാർബൺ 12, 13, 14 പറഞ്ഞു. കാർബൺ 12 എന്ന് പറയുന്നതിലാണ് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടുതലുള്ളതും. കാർബൺ 13 എന്ന് പറയുന്നത് സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. ഇത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഓരോ ഐസോടോപ്പുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അയഡിൻ 131 ആണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നത്. അയഡിൻ 131 ആണ്. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നു. അയൺ 59 അനീമിയ നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും, യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനത്തിന്, കൊബാൾട്ട് 16 ക്യാൻസർ ചികിത്സയ്ക്ക്, സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്തുന്നതിന്, അയൺ 59 അനീമിയ നിർണ്ണയിക്കുന്നതിന്. ഓക്കെയാണല്ലോ. ഇനി എന്താണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്? ഐസോടോപ്പിന് നേരെ ഓപ്പോസിറ്റാണ് ഐസോബാറുകൾ എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ നോക്കാം. ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ആറ്റങ്ങളുടെ ഓർബിറ്റിലെ ഇലക്ട്രോൺ വിന്യാസം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ന് മനസ്സിലാക്കാം? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇവ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം തുല്യമായ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളായിരിക്കും. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇവ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം തുല്യമായ വ്യത്യസ്ത മൂലക ആറ്റങ്ങളായിരിക്കും. അപ്പോൾ ഐസോടോണുകൾ എന്ന് വെച്ചാൽ എന്താണ്? ഐസോബാറ് പറഞ്ഞു, ഐസോടോപ്പ് പറഞ്ഞു. ഇനി എന്താണ് ഐസോടോണുകൾ എന്ന് വെച്ചാൽ? ന്യൂട്രോണുകളുടെ പേരിലുണ്ടല്ലോ ടോണ്. ഐസോടോണുകൾ എന്ന് വെച്ചാൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെയാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. കാർബൺ 6, 14 നൈട്രജൻ എത്രയാണ്? 7, 15. അപ്പോൾ എത്രയാണ്? 15ൽ നിന്നും 7 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? 8 കിട്ടുന്നത്. അതുപോലെ തന്നെ കാർബണിലോ ഇവിടെയും 8 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് രണ്ടും ന്യൂട്രോൺ സെയിം ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്
കെമിസ്ട്രിയാണ്, NCERT ആണ്. +1 കെമിസ്ട്രിയാണ്. +1 കെമിസ്ട്രിയിൽ നമുക്ക് ടോപ്പിക്ക് വരുന്ന ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്ക് ഫസ്റ്റത്തെ 2 ചാപ്റ്ററിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആറ്റത്തെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. SCERT ചാപ്റ്റർ കണ്ടു എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ NCERT ചാപ്റ്റേഴ്സ് നമ്മൾ കുറച്ചധികം ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് PSC പഠിക്കുന്നവർക്കായിട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ട് ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള SCERT NCERT ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്തായിരുന്നു, പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. NCERT ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്ത വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കും. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ SCERT ക്ലാസ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാൻ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് വരുന്നത് ആറ്റത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് എന്താണ് കെമിസ്ട്രി എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് കെമിസ്ട്രി? ദ്രവ്യത്തിൻ്റെ ഘടന, ഘടകങ്ങൾ, ഗുണങ്ങൾ എന്നിവയെ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് കെമിസ്ട്രി അല്ലേ. കെമിസ്ട്രിയിൽ കുറേ ബ്രാഞ്ച് ഉണ്ട്. ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, അനാലിറ്റിക്കൽ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്ന് പറയുന്ന കുറേ വിഭാഗങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ മാത്രം തരുന്നു മാത്രം. അപ്പോൾ എന്താണ് ആറ്റം എന്ന് വെച്ചാൽ ഒരു മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത് അല്ലേ. അവയ്ക്ക് സ്വതന്ത്ര നിലനിൽപ്പ് ഉണ്ടാകുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. ഹീലിയം, നിയോൺ എന്നിവയുടെ ആറ്റങ്ങൾക്ക് സ്വതന്ത്ര നിലനിൽപ്പുണ്ട്. അവ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് അല്ലേ. നമ്മൾ ഹീലിയം എഴുതുമ്പോൾ ഹീലിയം എന്ന് മാത്രമാണ് ഇടുന്നത് അല്ലേ. താഴെ 2 ഒന്നും ഇടണില്ലല്ലോ. നിയോൺ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നിവയുടെ ആറ്റങ്ങൾക്ക് സ്വതന്ത്ര നിലനിൽപ്പില്ല. ഓക്സിജൻ ഇവിടെ പറയുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ആണ്. ഡാൾട്ടൺസ് അറ്റോമിക് തിയറി നമ്മൾ SCERTയിൽ കണ്ടു അല്ലേ. ഡാൾട്ടൺ അറ്റോമിക് തിയറിയിൽ എന്താ പറയുന്നത്? ദ്രവ്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വിഭജിക്കാൻ കഴിയാത്ത അതിസൂക്ഷ്മ കണികകൾ കൊണ്ടാണ്. ഇവയെ ആറ്റങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ ഒരുപോലെയാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾ ഒരുപോലെ ആയിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്ത ആറ്റങ്ങൾ കൂടിച്ചേർന്ന് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. വ്യത്യസ്ത ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. ഇതാണ് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ പറയുന്നത്. ദ്രവ്യങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് വിഭജിക്കാൻ കഴിയാത്ത അതിസൂക്ഷ്മ കണികകൾ കൊണ്ടാണ്. ഈ ആറ്റങ്ങൾ എന്ന് വിളിക്കുന്നു. അതുപോലെ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് ഒരേപോലെ സ്വഭാവം തന്നെയാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ആയിരിക്കും. ഇനി വ്യത്യസ്ത മൂലകങ്ങൾ നോക്കുകയാണെങ്കിലോ അവ വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്ത ആറ്റങ്ങൾ കൂടിച്ചേർന്ന് കോമ്പൗണ്ട്സ് ഉണ്ടാകാം. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ആറ്റോമിക് മാസ് എന്നാണ്. അതായത് ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ ഭാരത്തിൻ്റെ 12ൽ 1 അതായത് 1/12 ഒരു ആറ്റത്തിൻ്റെ മാസ് എത്ര മടങ്ങ് കൂടുതലാണ് എന്നതാണ് അതിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് അല്ലേ. ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ ഭാരത്തിൻ്റെ 12ൽ 1 ഒരു ആറ്റത്തിൻ്റെ മാസ് എത്ര മടങ്ങ് കൂടുതലാണ് എന്നതാണ് ആറ്റോമിക് മാസ്. ഇനി നമുക്ക് ഹൈഡ്രജൻ്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് 1, കാർബണിൻ്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് 12, നൈട്രജൻ്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് എത്രയാണ്? 14, ഓക്സിജൻ്റെ 16, സോഡിയം 23, ഫോസ്ഫറസ് 31, സൾഫർ 32, ക്ലോറിൻ 35.5, പൊട്ടാസ്യം 39, കാൽസ്യം 40, അയൺ 56, ബ്രോമിൻ 80, സിൽവർ 108. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും റിലേറ്റീവ് ആറ്റോമിക് മാസ് ആണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇനി എന്താണ് മോളിക്യൂൾ എന്ന് വെച്ചാൽ സ്വതന്ത്ര നിലനിൽപ്പിനുള്ള ഒരു മൂലകത്തിൻ്റെയോ അല്ലെങ്കിൽ സംയുക്തത്തിൻ്റെയോ ഏറ്റവും ചെറിയ കണികയാണ് മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്നത്. സ്വതന്ത്ര നിലനിൽപ്പുള്ള ഒരു മൂലകത്തിൻ്റെയോ സംയുക്തത്തിൻ്റെയോ ഏറ്റവും ചെറിയ കണിക, മൂലകത്തിൻ്റെ അല്ലെങ്കിൽ സംയുക്തത്തിൻ്റെ ചെറിയ കണികയാണ് മോളിക്യൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്നത്. ഇനി എന്താണ് മോളിക്കുലാർ മാസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ. നേരത്തെ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞില്ലേ, ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ ഭാരത്തിൻ്റെ 12ൽ 1 ഒരു ആറ്റത്തിൻ്റെ മാസ് എത്രയാണെന്നാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ ഭാരത്തിൻ്റെ 12ൽ 1 ഒരു തന്മാത്രയുടെ മാസ് എത്ര മടങ്ങ് കൂടുതലാണെന്നതാണ് മോളിക്കുലാർ മാസ്. അപ്പോൾ മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കാണാം? ആറ്റോമിക് മാസ് തമ്മിൽ ഗുണിച്ചാൽ മതി അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് കാണുന്നതിനായിട്ട് സിയുടെ ആറ്റോമിക് നമ്പർ എത്രയാണെന്ന് നോക്കാം. സിയുടെ ആറ്റോമിക് നമ്പർ അല്ല, ആറ്റോമിക് മാസ് എത്രയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ സിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 12 അല്ലേ. ഇവിടെ നമുക്ക് 6 തന്നിട്ടുണ്ട്, അടിയിൽ 6 എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ 12 × 6 ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് 12 ഹൈഡ്രജൻ 1, അപ്പോൾ 12 × 1 ചെയ്യുക. പിന്നെ ഓക്സിജൻ 6, അപ്പോൾ 6 × 16 അല്ലേ. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16 വരാം ആറ്റോമിക് മാസ്. 16 × 6 ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മൊത്തം കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. അതാണ് 180 എന്ന് പറയുന്നത്.
നെക്സ്റ്റ് സൾഫ്യൂരിക് ആസിഡ് നോക്കുകയാണെങ്കിലോ H2SO4 ആണ്. H എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 1 × 2 ചെയ്തു. ഇനി S എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 32 ആണ്. 32 × 1 ചെയ്തു. അതുപോലെ തന്നെ O എന്ന് വെച്ചാൽ എത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു? 16 പറഞ്ഞു അല്ലേ? 16 × 4 ചെയ്തു. അത് മൊത്തം കൂടെ കൂട്ടി 98 എന്നുള്ളത് കിട്ടി. അതുപോലെ തന്നെയാണ് ഓരോ ഇതിൻ്റെയും മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണല്ലേ? ജസ്റ്റ് ആറ്റോമിക് മാസ് നോക്കാം. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുള്ള ആ ഒരു നമ്പർ ഉണ്ടല്ലോ, അതൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. മൊത്തം കൂടെ കൂട്ടിയാൽ മതി. ഇനി ആറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആറ്റോമിക് മാസ് യൂണിറ്റ്? ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ ഭാരത്തിൻ്റെ 12 ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 1/12 ഇൻറ്റു പിന്നെ എന്താ പറയുന്നത്? ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ ഭാരത്തിൻ്റെ 12 ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ ഭാരത്തിൻ്റെ 12 അതായത് ഒരു ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് വെച്ചാൽ 1/12 ഇൻറ്റു 12/6.022 ഇൻറ്റു 10⁻23. അപ്പോൾ നമുക്ക് 12 എന്താണ് അവിടെ ക്യാൻസൽ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ 1/6.0 അല്ലേ? അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് 1.66056 ഇൻറ്റു 10⁻⁻24 ഗ്രാം എന്നാണ്. അപ്പോൾ കാർബൺ 12 ആറ്റത്തിൻ്റെ ഭാരത്തിൻ്റെ 12 എന്ന് പറയുന്നത് ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മോൾ എന്ന് വെച്ചാൽ? മോൾ എന്ന് വെച്ചാൽ എന്താണ്? അവഗാഡ്രോ നമ്പർ അല്ലേ? എന്താണ് 6.022 ഇൻറ്റു 10⁻23 കണികകൾ. അതായത് ഈ അവഗാഡ്രോ നമ്പർ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് മോൾ എന്ന് പറയുന്നത്. അവഗാഡ്രോ നമ്പർ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോൾ എന്ന് വെച്ചാൽ നമുക്ക് പറയാം 6.022 × 10⁻23 പാർട്ടിക്കിൾസ് ആണെന്ന് പറയാം. ഇനി STP നോക്കുകയാണെങ്കിൽ 22.4 ലിറ്റർ ആണെന്ന് പറയാം. ഇനി ഒരു ഗ്രാം ആറ്റം ഓഫ് എൻ എലമെൻറ്റ്, ഒരു എലമെൻറ്റിൻ്റെ ഗ്രാം ആറ്റം ആണെന്നും പറയാം. അതായത് 12 ഗ്രാം കാർബൺ, 23 ഗ്രാം സോഡിയം അങ്ങനെയും പറയാം. പിന്നെ 1 ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയാം. അതായത് 180 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് പറയാം. ഇനി 1 ഗ്രാം ഫോർമുല മാസ് ഓഫ് എൻ അയോണിക് സബ്സ്റ്റൻസിൻ്റെ രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ 6.022 × 10⁻23 അതുപോലെ തന്നെ STPയുടെ വോളിയം 22.4 ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഈ രണ്ടുമാണ് കൂടുതലും ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ 1 ഗ്രാം ആറ്റം ഓഫ് എൻ എലമെൻറ്റ് അല്ലേ? അതുപോലെ തന്നെ 1 ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് സബ്സ്റ്റൻസ്, 1 ഗ്രാം ഫോർമുല മാസ് ഓഫ് എൻ അയോണിക് സബ്സ്റ്റൻസ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് നെക്സ്റ്റ് വരുന്നത് എന്താണ് മോളാർ മാസ് എന്നാണ്. ഒരു മോൾ പദാർത്ഥത്തിൻ്റെ മാസിൻ്റെ മോൾ പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് മോളാർ മാസ് എന്ന് അറിയപ്പെടുന്നത്. അതായത് നമുക്ക് കുറേ ഇക്വേഷൻസ് ഉണ്ട് ഈ മോളാർ മാസ് കണ്ടുപിടിക്കുന്നതിനായിട്ട്. ഒന്ന്, നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. മാസ് ഓഫ് ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് ഡിവൈഡ് ചെയ്യുക അറ്റോമിക് മാസിനെ. അത് ആറ്റങ്ങളിലാണെന്നുണ്ടെങ്കിൽ. ഇനി മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ മാസ് ഓഫ് സബ്സ്റ്റൻസ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ആയിരിക്കും അല്ലേ? തന്മാത്രയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഗ്രാം മോളിക്കുലർ മാസ് ആയിരിക്കും വരാം. അതല്ല ആറ്റം മാത്രമാണെന്നുണ്ടെങ്കിൽ ആറ്റോമിക് മാസ് ആണ് വരാം. മോളിൽ എപ്പോഴും മാസ് ഓഫ് സബ്സ്റ്റൻസ് ആണ് എഴുതുന്നത്. ഇനി ഇതിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നേരത്തെ നമ്മൾ കണ്ടല്ലോ 22.4 ലിറ്റർ, അതുപോലെ തന്നെ അവഗാഡ്രോ നമ്പറും കണ്ടല്ലോ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കാണുന്നതിനായിട്ട് വോളിയം ഇൻ ലിറ്റർ ഓഫ് STP ആണെങ്കിൽ STP/22.4. ഇനി നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് നമുക്ക് അവഗാഡ്രോ നമ്പറാണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ബൈ 6.022 × 10⁻23. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് ആറ്റങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് നോക്കിയിട്ട് അതിനെ ഒരു ഗ്രാം ആറ്റോമിക് മാസിനെ ഡിവൈഡ് ചെയ്താൽ മതി. അതല്ല മോളിക്യൂൾ മാസ് ആണ് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് മോൾസ് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതായത് മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ഡിവൈഡ് ചെയ്യുക. ഈ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? വോളിയം ഇൻ ലിറ്റർ STPയിലാണെങ്കിൽ STP/22.4, അവഗാഡ്രോ ആണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ബൈ 6.022 × 10⁻23. ഇനി വാട്ട് ഈസ് ദ മാസ് ഓഫ് 1 മോൾ ഇലക്ട്രോൺ? ഒരു മോൾ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്? 0.55 മില്ലിഗ്രാം ആണ്. ഗിവ് ദ ഇക്വേഷൻ ഓഫ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. മാസ് ഓഫ് ദ എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് ഇൻറ്റു 100 ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട്. എന്നിങ്ങനെയാണ് ഒരു മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിനായിട്ട് മാസ് ഓഫ് ദി എലമെൻറ്റ്, ഒരു കോമ്പൗണ്ടിലെ എലമെൻറ്റിൻ്റെ മാസ് കാണാം. അതിനുശേഷം ഡിവൈഡ് ചെയ്യുക മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ടിനെ മോളാർ മാസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഇൻറ്റു 100 ചെയ്താൽ മതി. ഇനി എന്താണ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല?
ഒരു സംയുക്തത്തിൻ്റെ യഥാർത്ഥ ആറ്റങ്ങളുടെ എണ്ണം കാണിക്കുന്ന ഫോർമുല മോളിക്കുലർ ഫോർമുലയാണ്. ഒരു സംയുക്തത്തിൻ്റെ ആറ്റങ്ങളുടെ ഏറ്റവും ചെറിയ അനുപാതം കാണിക്കുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. മോളിക്കുലർ ഫോർമുല എന്ന് വെച്ചാൽ കറക്റ്റ് നമ്പർ ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടായിരിക്കുക അല്ലേ. ആറ്റങ്ങളുടെ കറക്റ്റ് നമ്പർ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കും, യഥാർത്ഥ ആറ്റങ്ങളുടെ എണ്ണമായിരിക്കും അവിടെ കാണിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ എംപിരിക്കൽ ഫോർമുല എന്ന് വെച്ചാൽ അതിന് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ അനുപാതം കാണിക്കും. അതിനെയാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്കുലർ ഫോർമുല ഇസ് ഈക്വൽ ടു n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ആണെന്ന് പറയാം. അതായത് n കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് മോളിക്കുലർ ഫോർമുല മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്താൽ മതി. ഇപ്പോൾ n കണ്ടുപിടിക്കുന്നതിനായിട്ട് ഒരു ഇക്വേഷൻ എന്താണ്, മോളിക്കുലർ ഫോർമുല ബൈ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ഇനി മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി ആണ്. ആ ഒരു ഇക്വേഷനും കൂടിയുണ്ട്. മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് 2 ഇൻറ്റു വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കൂടിയുണ്ട്. കുറേ ഇക്വേഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് കേട്ടോ. ഇനി എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ നമുക്കറിയാം C6H12 അല്ലേ, C6H12O6 ആണ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെ എംപിരിക്കൽ അല്ല, നമ്മുടെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് അല്ലേ. എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ ഈ 6, 12, 6 ഇല്ലേ, അതിന് നമ്മൾ ചെറിയ അനുപാതം നോക്കിയാൽ മതി. അപ്പോൾ 6ന് നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂലേ, ബൈ 6 ചെയ്യാൻ പറ്റൂലേ, ബൈ 6 ചെയ്യാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1, പിന്നെ 6/12 നമ്മൾ 2, പിന്നെ എന്താണ് വീണ്ടും 1 അല്ലേ. അപ്പോൾ 1, 2, 1, അതായത് അപ്പോൾ നമുക്ക് 1 കിട്ടി അല്ലേ, പിന്നെ വീണ്ടും 2 കിട്ടി, പിന്നെ 1 അല്ലേ. അപ്പോൾ 1:2:1, അതായത് CH2O എന്ന് വരും അല്ലേ. CH2O ആണ്. ഇതുപോലെയാണ് നമ്മുടെ ഓരോ അനുപാതങ്ങൾ നമ്മൾ കറക്റ്റ് ഡിവൈഡ് ചെയ്യൂല. അപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്താൽ നമുക്ക് ചെറിയ അനുപാതം ഏതാണോ കിട്ടുന്നത് അതായിരിക്കും ഈ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. എന്താണ് സ്റ്റോയിഷിയോമെട്രിക് കാൽക്കുലേഷൻസ് അല്ലേ. സ്റ്റോയിഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും മാസം വ്യാപ്തം കണക്കാക്കുന്നതിനാണ് ഈ ഒരു സ്റ്റോയിഷിയോമെട്രിക് കാൽക്കുലേഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ്, അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും മാസം വ്യാപ്തം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. ജസ്റ്റ് അതെന്താണെന്നുള്ളത് അറിഞ്ഞു വെച്ചാൽ മതി. ഇനി അതിൽ രണ്ടാമത്തെ ചാപ്റ്ററിലാണ് എന്ത് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് ആറ്റം പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ പറയുന്നുണ്ട്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം ഉപയോഗിച്ച് J.J. തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. നാം SCRT കണ്ടതാണ്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണം ഉപയോഗിച്ചാണ് J.J. തോംസൺ എന്ന് കണ്ടുപിടിക്കുന്നത്, ഇലക്ട്രോൺ കണ്ടുപിടിക്കുന്നത് അല്ലേ. ഇനി കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും സ്വഭാവങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. കാഥോഡ് ആണെന്നുണ്ടെങ്കിൽ കാഥോഡിൽ നിന്നാണ് ആരംഭിക്കുന്നത് അല്ലേ. കാഥോഡ് റേസിലെ കാഥോഡ് രശ്മികൾ ആരംഭിക്കുന്നത് കാഥോഡിൽ നിന്നാണ്. കൂടുതൽ കിരണങ്ങൾ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും ഇടയിൽ നിന്നും ഉത്ഭവിച്ച് ആനോഡിലേക്ക് നീങ്ങുന്നു. കൂടുതൽ കിരണങ്ങൾ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും ഇടയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ആനോഡിലേക്ക് നീങ്ങും. പിന്നെ ഇവ മാസുള്ള കണികകളാണ്. കാഥോഡ് റേസ് എന്ന് പറയുന്നതാണ് മാസുള്ള കണികകളാണ്. നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അവ വൈദ്യുത മണ്ഡലത്തിലും കാന്തിക മണ്ഡലത്തിലും വ്യതിചലിക്കുന്നു. വൈദ്യുത മണ്ഡലത്തിൽ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ആകർഷിക്കുന്നു. അതിനാൽ ഇവയ്ക്ക് നെഗറ്റീവ് ചാർജാണ്. ഇനി അവ ഡിസ്ചാർജ് ട്യൂബിനുള്ളിലുള്ള വാതകത്തെ ആശ്രയിക്കുന്നില്ല. എല്ലാ വാതകങ്ങൾക്കും E/m അനുപാതം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ എന്താ പറയുന്നത്, കാഥോഡ് റേസ് കാഥോഡിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കൂടുതൽ കിരണങ്ങൾ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും ഇടയിൽ നിന്നും ഉത്ഭവിച്ച് ആനോഡിലേക്ക് നീങ്ങുന്നു. അവ മാസുള്ള കണികകളാണ്. നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. വൈദ്യുത മണ്ഡലത്തിലും കാന്തിക മണ്ഡലത്തിലും വ്യതിചലിക്കുന്നു. വൈദ്യുത മണ്ഡലത്തിൽ പോസിറ്റീവ് പ്ലേറ്റിലേക്കാണ് ആകർഷിക്കുക. അതിനാൽ തന്നെ ഇവയ്ക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആണുള്ളത്, കാരണം അത് പോസിറ്റീവ് ഭാഗത്തേക്കാണ് ആകർഷിക്കുന്നത്. പിന്നെ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിലുള്ള വാതകത്തെ ഒന്നും ആശ്രയിക്കുന്നില്ല. എല്ലാ വാതകങ്ങൾക്കും E/m എന്ന് പറയുന്ന അനുപാതം ഒരുപോലെയാണ്. എന്നാൽ നമ്മൾ ആനോഡ് രശ്മികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആനോഡ് രശ്മികളെ കനാൽ രശ്മികൾ എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ. ഇവ കാഥോഡിനെയും ആനോഡിനെയും ഇടയിൽ നിന്ന് ഉത്ഭവിച്ച് കാഥോഡിലേക്കാണ് നീങ്ങുന്നത്. ഇവ മാസുള്ള കണികകളാണ്. ആനോഡ് എന്ന് പറയുന്ന ആനോഡ് രശ്മികളിൽ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവ മാസുള്ള കണികകളാണ്. നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. വൈദ്യുത മണ്ഡലത്തിലും കാന്തിക മണ്ഡലത്തിലും വ്യതിചലിക്കുന്നുണ്ട്. വൈദ്യുത മണ്ഡലത്തിൽ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ആകർഷിക്കുന്നു. അതിനാൽ തന്നെ നമുക്കിത് പോസിറ്റീവ് ആണെന്ന് പറയാം. ഇനി ഇവ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിലുള്ള വാതകത്തെ ആശ്രയിക്കുന്നുണ്ട്. വ്യത്യസ്ത വാതകങ്ങൾക്ക് E/m അനുപാതം വ്യത്യസ്തമാണ് എന്നും പറയുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു എണ്ണം മാത്രം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതിന് ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്, ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് വരുന്നത്. കാഥോഡ് റേസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ആനോഡ് റേസ് വരുന്നത്. അപ്പോൾ കാഥോഡ് രശ്മികൾ കാഥോഡിൽ നിന്നാണ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ
മാസമുള്ള കണികകളാണ് നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. മാസമുണ്ട്, അതുപോലെ തന്നെ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. ഡിസ്ചാർജ് ട്യൂബിനുള്ളിലെ വാതകത്തെ ഒന്നും ആശ്രയിക്കുന്നില്ല. എല്ലാ വാതകങ്ങൾക്കും E/m എന്ന് പറയുന്ന അനുപാതം ഒരുപോലെ ആയിരിക്കും. ഇനി എന്താണ് മാസ് ഓഫ് ഇലക്ട്രോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നാണ്. ഇലക്ട്രോണിൻ്റെ ചാർജും മാസവും തമ്മിലുള്ള അനുപാതം കണ്ടുപിടിച്ചത് ആരാണ്? J.J. തോംസൺ ആണ്. ഇലക്ട്രോണിൻ്റെ മാസും ചാർജും തമ്മിലുള്ള അനുപാതം, അതായത് E/m അല്ലേ, E/m എന്ന് പറയുന്ന അനുപാതം കണ്ടുപിടിച്ചത് ആരാണ്? J.J. തോംസൺ ആണ്. കേഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത്. കേഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ചാണ് അത് കണ്ടുപിടിച്ചത്. E/m എന്ന് പറയുന്നത് 1.758 × 10⁻11 ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് മില്ലിക്കൻ്റെ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണമായി കണ്ടുപിടിച്ചു. അതിൻ്റെ വില 1.60222 × 10⁻90 കൂളം ആണ്. ഇലക്ട്രോണിൻ്റെ മാസ് ചോദിക്കുകയാണെങ്കിൽ 9.1 × 10⁻31 കിലോഗ്രാം ആണ്. അപ്പോൾ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് E/mൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് E/m കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1.758 × 10⁻11 ആണ് കിട്ടുക. ഇത് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടുപിടിച്ചത് ഏത് പരീക്ഷണത്തിലൂടെയാണ്? മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം വഴിയാണ്. അപ്പം ചാർജ് നോക്കുകയാണെങ്കിൽ -1.6022 × 10⁻90 കൂളം ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടുപിടിക്കുന്നതിനായിട്ട് എന്ത് ചെയ്താൽ മതി? 1.6022 × 10⁻90 എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ് അല്ലേ. അതിനെ നമ്മൾ ബൈ ചെയ്തു. എന്തിനെ? E/m കൊണ്ട്. അതായത് E/m ആണ്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. E/m ആണ്. ആ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതായത് മാസ് പഠിച്ചു വെച്ചിരിക്കുക 9.1 × 10⁻31 ആണ്. അതുപോലെ തന്നെ ചാർജ് പഠിച്ചു വെച്ചിരിക്കുക 1.6022 × 10⁻90 ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി വാട്ട് ഈസ് ദ മാസ് ഓഫ് പ്രോട്ടോൺ? പ്രോട്ടോണിൻ്റെ മാസ് എത്രയാണ്? 1.672 × 10⁻27 കിലോഗ്രാം ആണ് അല്ലേ. പ്രോട്ടോണിൻ്റെ മാസ് 1.672 × 10⁻27 കിലോഗ്രാം ആണ്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? അതിൻ്റെ മാസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് അല്ലേ. ബെറീലിയം ഷീറ്റിനെ ആൽഫ കണികകൾ കൊണ്ട് ഇടിച്ചിട്ടാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത്. ഇവയ്ക്ക് ചാർജ് ഒന്നുമില്ല. ന്യൂട്രോണിൻ്റെ മാസ് എത്രയാണ്? 1.674 × 10⁻27 ആണ്. പ്രോട്ടോണിൻ്റെ മാസ് 1.672 × 10⁻27 ആണ്. എന്നാൽ ന്യൂട്രോണിൻ്റെ മാസ് 1.674 × 10⁻27 ആണ്. ന്യൂട്രോണിൻ്റെ മാസ് പ്രോട്ടോണിനേക്കാളും അല്പം കൂടുതലാണ്. നെക്സ്റ്റ് ഇനി ആറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണെന്നാണ് പറയുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. നമ്മൾ SCERT കണ്ടതാണ്. പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണെന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അതായത് നമുക്ക് കാർബൺ ഇവിടെ നമുക്ക് അടിയിലാണ് ആറ്റോമിക് നമ്പർ എഴുതിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നതും പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നതൊക്കെ എന്താണ് സെയിം തന്നെയായിരിക്കും. ഇനി മാസ് നമ്പർ എന്ന് വെച്ചാൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണമാണ് അല്ലേ. ഇവിടെ നമുക്ക് 12 എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും, അതായത് ഇവിടെ നമുക്ക് മോളിൽ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, മോളിലുള്ളതാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം പ്രോട്ടോണുകൾ എണ്ണം പ്ലസ് ന്യൂട്രോണുകൾ എണ്ണം എന്നുള്ളത്. അതായത് ന്യൂട്രോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഈ ആറ്റോമിക് നമ്പറിൽ നിന്ന് മാസ് നമ്പർ കുറയ്ക്കുകയാണെങ്കിൽ ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും. അതായത് 12ൽ നിന്ന് 6 കുറച്ചാൽ 6 എന്ന് പറയുന്നതാണ് അവിടുത്തെ ന്യൂട്രോൺ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ന്യൂട്രോണും അതുപോലെ തന്നെ പ്രോട്ടോണും കൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടി? 12 തന്നെ കിട്ടിയില്ലേ. അതായത് ഈ മാസ് നമ്പർ കണ്ടുപിടിക്കുന്നതിനായിട്ട് പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം ചെയ്താൽ മതി. അല്ലെങ്കിൽ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് എന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇതിൻ്റെ SCERT ക്ലാസ് കാണാം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണാണ്ടിരിക്കാൻ ശ്രമിക്കുക. SCERT കണ്ടതിന് ശേഷം മാത്രം NCERT കാണാനായിട്ട് ശ്രമിക്കുക. SCERT നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വീണ്ടും എക്സാമ്പിൾസ് വെച്ചിട്ടൊന്നും പറയണില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് വെച്ചാൽ പറഞ്ഞു. അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം കാണുന്നതിനായിട്ട് മാസ് നമ്പറിൽ നിന്നും ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് ഐസോടോപ്പും ഐസോബാറും എന്ന് വെച്ചാൽ? എന്താണ് ഐസോടോപ്പ്? ആറ്റോമിക് നമ്പർ തുല്യമായിരിക്കും, വ്യത്യസ്ത മാസ് നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ഐസോടോപ്പാണ്. നേരെ ഓപ്പോസിറ്റ് ആണ് എന്തുണ്ടായിരിക്കുക? ഐസോബാർ ഉണ്ടായിരിക്കുക. ഒരെണ്ണം പഠിച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. ഐസോടോപ്പ് എന്ന് വെച്ചാൽ ആറ്റോമിക് നമ്പർ തുല്യമായിരിക്കും, മാസ് നമ്പർ വ്യത്യസ്തമായിട്ടായിരിക്കും അല്ലേ. ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോടോപ്പുകളിൽ ന്യൂട്രോണിൻ്റെ എണ്ണം വ്യത്യസ്തമായിരിക്കും. കാണുന്നുണ്ടെങ്കിൽ നോക്കി നോക്കിയേ. കാർബൺ അല്ലേ 6ഉം അതുപോലെ തന്നെ 13 മുകളിൽ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കാർബൺ 6ഉം മുകളിൽ 14 തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആറ്റോമിക് നമ്പർ സെയിം ആണ്, സെയിം ആറ്റം തന്നെയാണ്. അതുപോലെ തന്നെ ആറ്റോമിക് നമ്പർ സെയിം ആണ്, എന്നാൽ മാസ് നമ്പർ വ്യത്യസ്തമാണ്. ഇനി ഐസോബാർ എന്ന് വെച്ചാൽ മാസ് നമ്പർ തുല്യമായിരിക്കും, വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ, അതായത് മാസ് നമ്പർ തുല്യമാണ് എന്നാൽ ആറ്റോമിക് നമ്പർ വ്യത്യസ്തമായിരിക്കും. മാസ് നമ്പർ തുല്യമായ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. അതായത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള മൂലകങ്ങളായിരിക്കും. അതുപോലെ
അതുപോലെ തന്നെ അവിടെ എന്തായിരിക്കും മാസ് നമ്പർ ആയിരിക്കും അവിടെ സെയിം ആയിട്ട് വരാം. ആറ്റോമിക് നമ്പർ ചേഞ്ച് ആയിട്ട് അല്ലേ വ്യത്യാസമായിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് എന്താണ് റുദർഫോർഡിൻ്റെ ആൽഫ റേ സ്കേറ്റിംഗ് പരീക്ഷണം എന്ന് പറയുന്നത്? റുദർഫോർഡ് കനം കുറഞ്ഞ സ്വർണ്ണ പാളിയിലൂടെ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളെ കടത്തിവിട്ടു. ആൽഫ കണങ്ങളുടെ ചലനം വൃത്താകൃതമായ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ ഉപയോഗിച്ച് നിരീക്ഷിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നടന്ന എക്സാമുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 10th പ്രിലിംസ് അല്ല, അതിന് മുമ്പ് നടന്ന പരീക്ഷകളിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് 2-3 പ്രാവശ്യം. അപ്പോൾ പഠിച്ചു വെച്ചിരിക്കാം. ഈ എന്താണ് റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്? റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ട കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കി ഭൂരിഭാഗം ആൽഫ കണങ്ങളും ഒരു വ്യതിയാനവും ഇല്ലാതെ സ്വർണ്ണ പാളിയിലൂടെ കടന്നുപോയി. ഇത് കാണിക്കുന്നത് ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും സ്ഥലവും ശൂന്യമാണ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഭൂരിഭാഗം ആൽഫ കണങ്ങളും ഒരു വ്യതിയാനം ഇല്ലാതെ കടന്നു പോയിട്ടുണ്ട്. ഇനി കുറച്ച് ആൽഫ കണങ്ങൾ ചെറിയ ആംഗിളിൽ വ്യതിചലിച്ചു. ഇത് കാണിക്കുന്ന ആറ്റത്തിൻ്റെ മധ്യഭാഗത്ത് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്ന പോസിറ്റീവ് ചാർജുള്ള ഒരു ഭാഗമുണ്ട് എന്നാണ്. അവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ എന്ന് വെച്ചാൽ വളരെ ഇപ്പോൾ നമുക്ക് ഈ ചെറിയൊരു വാക്കൊക്കെ ആയിരിക്കും, കുറച്ച് ആൽഫ കണങ്ങൾ മാത്രമാണ് അവിടെ വ്യതിചലിച്ചിട്ടുള്ളൂ അല്ലേ. എന്നാൽ അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തായിരിക്കും ഭൂരിഭാഗം കണങ്ങളും വ്യതിചലിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ ആണ് മിസ്റ്റേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ആൽഫ കണങ്ങൾ ചെറിയ ആംഗിളിൽ വ്യതിചലിച്ചു. അതിന് കാരണം എന്തായിരിക്കും? അവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജാണ് അല്ലേ, പോസിറ്റീവ് ചാർജുള്ള ഒരു ഭാഗമുണ്ടെന്ന് മനസ്സിലായി. ഇനി വളരെ കുറച്ച് ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി ആംഗിളിൽ വ്യതിചലിച്ചത്. ഇത് കാണിക്കുന്നത് ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസ് വളരെ ചെറുതാണെന്നാണ്. അപ്പോൾ വളരെ കുറച്ച് ആൽഫ കണങ്ങൾ മാത്രമാണ് 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ചിട്ടുള്ളൂ. അതിന് കാരണം എന്താണ്? ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസ് വളരെ ചെറുതാണെന്നാണ്. അപ്പോൾ ഇവിടെ ഭൂരിഭാഗം ആൽഫ കണങ്ങളും ഒരു വ്യതിയാനവും ഇല്ലാതെ സ്വർണ്ണപ്പാളിയിലൂടെ കടന്നു പോയി. ഇത് കാണിക്കുന്നത് ആറ്റത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലം ശൂന്യമാണെന്നാണ്. കുറച്ച് ആൽഫ കണങ്ങൾ ചെറിയ ആംഗിളിൽ വ്യതിചലിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണിക്കുന്ന ആറ്റത്തിൻ്റെ മധ്യഭാഗത്ത് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്ന പോസിറ്റീവ് ചാർജുള്ള ഒരു ഭാഗമുണ്ടെന്നാണ്. ഇനി വളരെ കുറച്ച് ആൽഫ കണങ്ങൾ 180 ഡിഗ്രി ആംഗിളിൽ വ്യതിചലിച്ചു. ഇത് കാണിക്കുന്ന ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസ് വളരെ ചെറുതാണെന്നാണ്. നെക്സ്റ്റ് റുദർഫോർഡ് ആറ്റം മോഡൽ. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ എന്താണെന്ന് പറയണേ നോക്കാം. ഒരു ആറ്റത്തിൻ്റെ എല്ലാ പോസിറ്റീവ് ചാർജും ഭൂരിഭാഗം മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്ന ആറ്റത്തിൻ്റെ മധ്യഭാഗത്താണ്. റുദർഫോർഡിൻ്റെ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ എല്ലാ പോസിറ്റീവ് ചാർജും ഭൂരിഭാഗം മാസമുള്ളത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ് അല്ലേ. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വളരെ വേഗത്തിൽ പരിക്രമണം ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും അങ്ങനെ വേഗത്തിൽ പരിക്രമണം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആറ്റത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലം ശൂന്യമാണ്. ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിൽ സ്ഥിതി ചെയ്യുന്ന ആകർഷണ ബലമുണ്ട്. അതായത് ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിൽ എന്താണ് സ്ഥിതി ചെയ്യുന്ന ആകർഷണ ബലം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇലക്ട്രോണുകളും ന്യൂക്ലിയസും തമ്മിൽ ആകർഷണ ബലമുണ്ട്. അതുപോലെ തന്നെ ഭൂരിഭാഗം സ്ഥലം ശൂന്യമാണ്. പിന്നെ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആറ്റത്തിൻ്റെ എല്ലാ പോസിറ്റീവ് ചാർജ് മാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ഇനി റുദർഫോർഡ് മാതൃകയുടെ പരിമിതികൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് റുദർഫോർഡിൻ്റെ ആറ്റം മാതൃക അംഗീകരിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിച്ചില്ല. ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കാൻ സാധിച്ചില്ല. ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് ഘടനയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിച്ചില്ല. ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കാൻ സാധിച്ചില്ല. ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് ഘടനയെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് വൈദ്യുത കാന്തിക തരംഗത്തിൻ്റെ ക്രമമാണ്. നമുക്ക് ഫിസിക്സിൽ വരുന്ന ഒരു ഭാഗമാണ്. ആദ്യം ഇത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഗാമ റേസ് ആണ് അല്ലേ. ഗാമ റേസിന് ഏറ്റവും വളരെ കുറവാണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗാമ റേസ് കുറവ്, പിന്നെ എക്സ് റേസ്, പിന്നെ അൾട്രാവയലറ്റ് റേസ്, പിന്നെ ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ്, ഇങ്ങനെയാണ് വരുന്നത്. പഠിച്ചു വെച്ചിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രകാശം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട് കേട്ടോ ഇത് പഠിക്കാനായിട്ട് ഫിസിക്സിൽ. അപ്പോൾ ആദ്യം എന്താണ്? ഗാമ റേസ്, പിന്നെ എക്സ് റേസ്, അൾട്രാവയലറ്റ് റേസ്, പിന്നെ ദൃശ്യപ്രകാശം, പിന്നെ ഇൻഫ്രാറെഡ് റേസ്, അതുപോലെ തന്നെ മൈക്രോവേവ്സ്, പിന്നെ റേഡിയോ വേവ്സ്. ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യമുള്ളത് റേഡിയോ വേവ്സിനാണ്. ഏറ്റവും കുറവ് ചോദിക്കുകയാണെങ്കിലോ ഗാമ റേസിനാണ്. ഇനി ആവൃത്തിയും പ്രകാശ വേഗതയും തരംഗദൈർഘ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? ആവൃത്തി, പ്രകാശ വേഗത, തരംഗദൈർഘ്യം തമ്മിലുള്ള ബന്ധം എന്താണ്? C = നോക്കി ന്യൂ ലാംഡയാണ് അല്ലേ. ന്യൂ ലാംഡയാണ്. അപ്പോൾ C = ന്യൂ ലാംഡയാണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇനി മാക്സ് പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ്റെ സങ്കല്പങ്ങൾ. മാക്സ് പ്ലാങ്കിൻ്റെയാണ് ക്വാണ്ടം തിയറി, അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇതിൽ പറയുന്നത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? ഒരു വസ്തു വികിരണോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നത് തുടർച്ചയായിട്ടല്ല, ക്വാണ്ടം എന്ന് വിളിക്കുന്ന ഊർജ്ജ പൊതികളായിട്ടാണ്. ഈ പ്രകാശം
ഈ പ്രകാശം കൊണ്ടെയാണ് ഫോട്ടോൺ എന്ന് വിളിക്കുന്നത്. ഒരു വസ്തു വികിരണോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്ത് വിടുകയോ ചെയ്യുന്നുള്ളത് തുടർച്ചയായിട്ടല്ല. ഇത് എങ്ങനെയാണ് ക്വാണ്ടെന്ന് വിളിക്കുന്ന ഊർജ്ജ പൊതികളായിട്ടാണ്. ഈ ഒരു പ്രകാശ ക്വാണ്ടതയാണ് ഫോട്ടോൺ എന്ന് വിളിക്കുന്നത് അല്ലേ. പ്രകാശ ക്വാണ്ടതയാണ് ഫോട്ടോൺ എന്ന് വിളിക്കുന്നത്. ഇനി ഓരോ ക്വാണ്ടത്തിൻ്റെയും ഊർജ്ജം അതിൻ്റെ ആവൃത്തിക്ക് നേർ അനുപാതത്തിലായിരിക്കും. ഓരോ ക്വാണ്ടത്തിൻ്റെയും ഊർജ്ജം അതിൻ്റെ ആവൃത്തിക്ക് നേർ അനുപാതത്തിലാണ്. അതായത് E= എന്താണ്, HV ആണ്. H എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് ആണ്. H എന്ന് വെച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. 6.626 × 10⁻34 ആണ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് വീക്കിൽ. അതായത് ഓരോ ക്വാണ്ടത്തിൻ്റെയും ഊർജ്ജം എന്ന് പറയുന്നത് വീക്ക്, അതായത് ആവർത്തിക്ക് എന്താണ്, നേർ അനുപാതത്തിലാണെന്ന് പറയുന്നുണ്ട്. E= എന്താണ്, HV ആണെന്ന് പഠിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ചില ലോഹങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രവർത്തനത്തെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ ചില ലോഹങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഉത്സർജിക്കും. ഈ പ്രവർത്തനത്തെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പൊട്ടാസ്യം, റുബീഡിയം, സീസിയം തുടങ്ങിയ ആൽക്കലി മെറ്റൽസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പൊട്ടാസ്യം, റുബീഡിയം, സീസിയം തുടങ്ങിയ ആൽക്കലി മെറ്റൽസ്. ഇനി ഇലക്ട്രോണുകളെ ഉത്സർജിക്കണമെങ്കിൽ പതിക്കുന്ന പ്രകാശത്തിന് ഒരു കുറഞ്ഞ ആവൃത്തിയെങ്കിലും ഉണ്ടായിരിക്കണം. ഈ കുറഞ്ഞ ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അതിനനുയോജ്യമായ കുറഞ്ഞ ഊർജ്ജത്തെ ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഇലക്ട്രോണുകൾ ഇങ്ങനെ ഉത്സർജിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ആവൃത്തിയെ എന്തെന്ന് വിളിക്കുന്നു? കുറഞ്ഞ ആവൃത്തിയെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഊർജ്ജത്തെ ത്രെഷോൾഡ് എനർജി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഉത്സർജിക്കുന്ന ഇലക്ട്രോണുകളുടെ ഊർജ്ജം പതിക്കുന്ന പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസിയെ ആശ്രയിക്കുന്നു. ഉത്സർജിക്കുന്ന ഇലക്ട്രോണുകളുടെ ഊർജ്ജം പതിക്കുന്ന പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസിയെ ആശ്രയിക്കുന്നു. എന്താണ് ഇലക്ട്രോണുകളുടെ ഊർജ്ജം എന്ന് പറയുന്നത്? പതിക്കുന്ന പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസിയാണ് ആശ്രയിച്ചിട്ടുള്ളത്. ഉത്സർജിക്കുന്ന ഇലക്ട്രോണുകൾ എണ്ണം പ്രകാശകാഠിന്യത്തിന് നേരനുപാതത്തിലായിരിക്കും. പ്രകാശം പതിച്ചുടനെ തന്നെ ലോഹപ്രതലത്തിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്നുണ്ട്. അപ്പോൾ ഇക്വേഷൻ പറയുന്നുണ്ട് ഇവിടെ. അപ്പം ഇവിടെ ഇക്വേഷൻ വരുന്നത് HV = HV0 + ½ mv² ആണ്. ഞാനിതൊക്കെ എടുത്തതാണ്, പക്ഷേ ഇത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഒന്നും കൂടി എടുക്കുകയാണ്. അപ്പം ഇവിടെ പറഞ്ഞതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് വെച്ചാൽ ചില ലോഹങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ഇലക്ട്രോൺ ഉത്സർജിക്കും. ആ പ്രവർത്തനത്തെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൊട്ടാസ്യം, അതുപോലെ തന്നെ റുബീഡിയം, സീസിയം എന്നിവയിലൊക്കെ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണുന്നുണ്ട്. ഇങ്ങനെ ഇലക്ട്രോൺസ് ഉത്സർജിക്കണമെന്നുണ്ടെങ്കിൽ പ്രകാശത്തിന് ഒരു കുറഞ്ഞ ആവൃത്തിയെങ്കിലും ഉണ്ടായിരിക്കണം. ഇതിനെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് അനുയോജ്യമായിട്ടുള്ള കുറഞ്ഞ ഊർജ്ജത്തെയാണ് ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഉത്സർജിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഊർജ്ജം പതിക്കുന്ന പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസി ആശ്രയിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഉത്സർജിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശകാഠിന്യത്തിന് നേർ അനുപാതത്തിലാണ്. പ്രകാശം പതിച്ചുടനെ തന്നെ ഇങ്ങനെ ഉത്സർജിക്കുന്നുണ്ട്. ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ HV = HV0 + ½ mv² ആണ്. ഇതുപോലെ തന്നെ HV എന്ന് വെച്ചാൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ ഊർജ്ജമാണ്. HV0 എന്ന് വെച്ചാൽ ത്രെഷോൾഡ് എനർജിയാണ്, അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ആണ്. കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ്? ½ mv² ആണ് അല്ലേ. കൈനറ്റിക് എനർജിയാണ് ½ mv² എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഹൈഡ്രജൻ സ്പെക്ട്രം എന്നാണ്. ഹൈഡ്രജൻ സ്പെക്ട്രം, ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ എന്താണെന്നാണ്. അതായത് ഒരു ഡിസ്ചാർജ് ട്യൂബിൽ നമ്മൾ ഹൈഡ്രജൻ വാതകം കടത്തിവിടുന്നു. അപ്പോൾ ഹൈഡ്രജൻ വാതകത്തിലൂടെ എന്ത് കടത്തിവിടാണ്? ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് ഡിസ്ചാർജ് കടത്തി വിടുമ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ വിഘടിച്ചിട്ട് ഹൈഡ്രജൻ ആറ്റായിട്ട് മാറും. അതുപോലെ തന്നെ ഇവ താഴ്ന്ന ഊർജ്ജ നിലകളിലേക്ക് പോകും. അങ്ങനെ താഴെയുള്ള ഊർജ്ജ നിലകളിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഫ്രീക്വൻസികളുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പുറന്തള്ളും. അവിടെ എന്താണ്? ഫ്രീക്വൻസികളുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പുറന്തള്ളും. അങ്ങനെ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ നമുക്ക് ലൈൻസ് ആയിട്ടായിരിക്കും കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ അതായത് വ്യത്യസ്ത സീരീസുകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അങ്ങനെ വേവ് നമ്പറും വേവ് ലെങ്ത്തും തമ്മിലുള്ള കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം ഇവിടെ പറയുന്നുണ്ട്. അതിനെയാണ് റെഡ്ബർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ വ്യത്യസ്ത സീരീസുകൾ തന്നിട്ടുണ്ട്. ലേമാൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫണ്ട് സീരീസ്. ഇതിൽ ലേമാൻ സീരീസ് അൾട്രാവയലറ്റ് സ്പെക്ട്രൽ റീജിയൻ ആണ്. N1 ആണെങ്കിൽ 1 ആണ് കൊടുക്കുക, N2 ആണെങ്കിൽ 2ഉം 3 ആണ് കൊടുക്കുക. ബാൽമർ സീരീസ് ആണെങ്കിൽ വിസിബിൾ ദൃശ്യപ്രകാശമാണ്. N1 2 ആണ്, N2 ആണെങ്കിൽ 3 4 അങ്ങനെ പോകും. ഇനി പാഷൻ സീരീസ് വരുന്നതും ബ്രാക്കറ്റ് സീരീസ് വരുന്നതും ഫണ്ട് സീരീസും വരുന്നത് ഇൻഫ്രാറെഡിലാണ്. 3 4 5 ആണ് N1 വരുന്നത്. N2 ആണെന്നുണ്ടെങ്കിലോ 4 5 5 6 6 7 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. 2 നമ്പർ വെച്ചിട്ടാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ലേമാൻ സീരീസ് അൾട്രാവയലറ്റ്, ബാൽമർ സീരീസ്
സീരീസ് വിസിബിൾ ദൃശ്യപ്രകാശം, ഫാഷൻ സീരീസ് ഇൻഫ്രാറെഡ്, ബ്രാക്കറ്റ് സീരീസ് ഇൻഫ്രാറെഡ്, ഫണ്ട് സീരീസ് ഇൻഫ്രാറെഡ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരിക്കാം. നെക്സ്റ്റ് വരുന്നത് ബോർ ആറ്റം മോഡലാണ്. ബോർ ആറ്റം മോഡലിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ദോഷങ്ങളെക്കുറിച്ചിട്ടും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ബോർ ആറ്റം മോഡൽ എന്ന് വെച്ചാൽ, എന്താണ് ബോർ ആറ്റം മോഡൽ? ഓർബിറ്റുകൾ, അതായത് നമ്മൾ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുന്ന എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഇലക്ട്രോൺസ് കറങ്ങുന്ന ആ പാതയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റിലുണ്ട്. അപ്പോൾ തെറ്റാണ്ട് നോക്കാം. ഓർബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓർബിറ്റ് എന്ന് വിളിക്കുന്ന ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകാരമായ പാതയിലൂടെ ഇലക്ട്രോണുകൾ പരിക്രമണം ചെയ്യുന്നുണ്ട്. ഓർബിറ്റുകളെ എനർജി ഷെൽസ് അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്നാണ് വിളിക്കുന്നത്. എനർജി ഷെൽസ് അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നു. 1, 2, 3, 4 എന്നാണ് വരിക. അതായത് KLM എന്നാണ് വരിക. ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ അവയ്ക്ക് ഊർജ്ജം നേടാനും പറ്റില്ല, ഊർജ്ജം വിട്ടു കൊടുക്കാനും പറ്റില്ല. അതിനാൽ തന്നെ ഇവയെ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം h/2πയുടെ എണ്ണൽ സംഖ്യ ഗുണിതങ്ങളാകുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഓർബിറ്റുകൾ ഉണ്ടാകൂ. ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം h/2πയുടെ എണ്ണൽ സംഖ്യ ഗുണിതങ്ങളാകുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഓർബിറ്റുകൾ ഉണ്ടാകുന്നുള്ളൂ. ഇനി ഒരു ഓർബിറ്റിൽ നിന്നും വേറെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ നീങ്ങുമ്പോൾ മാത്രമേ ഊർജ്ജ വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ. ഒരു ഓർബിറ്റിൽ നിന്നും വേറെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ നീങ്ങുമ്പോൾ മാത്രമാണ് ഊർജ്ജ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ എന്താണ് ബോർ ആറ്റം മോഡൽ? ബോർ ആറ്റം മോഡലിൽ പറയുന്നത് എന്താണ്? ഓർബിറ്റുകൾ എന്ന് വിളിക്കുന്ന ഒരു പാത ഉണ്ട്. ഈ പാതയിലൂടെയാണ് ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത്. ഈ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ ഊർജ്ജം നേടാനോ, ഒരു ഓർബിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ അവയ്ക്ക് ഊർജ്ജം നേടാനും പറ്റില്ല, അതുപോലെ തന്നെ കൊടുക്കാനും കഴിയില്ല. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം h/2πയുടെ എണ്ണൽ സംഖ്യ ഗുണിതങ്ങളാകുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഓർബിറ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു ഓർബിറ്റിൽ നിന്നും വേറെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ നീങ്ങുമ്പോൾ മാത്രമാണ് അവിടെ ഊർജ്ജ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. ഇനി എന്താണ് ബോർ ആറ്റം മോഡലിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്? ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കാൻ സാധിക്കും. ഹൈഡ്രജൻ ആറ്റത്തിലെ ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോണുകളുടെ ഊർജ്ജം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കണം. ആറ്റത്തിൻ്റെ സ്ഥിരത വിശദീകരിക്കുന്നുണ്ട്. ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കുന്നുണ്ട്. ഹൈഡ്രജൻ സ്പെക്ട്രം വിശദീകരിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിലെ ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോണുകളെ ഊർജ്ജം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ബോർ ആറ്റം മോഡലിൻ്റെ പരാജയങ്ങളാണ് പറയുന്നത്. കൂടുതൽ ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളുടെ ലൈൻ സ്പെക്ട്രം വിശദീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ബോർ ആറ്റം മോഡലിൻ്റെ പരാജയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ, കൂടുതൽ ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളുടെ ലൈൻ സ്പെക്ട്രം വിശദീകരിക്കാൻ പറ്റില്ല. സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ് വിശദീകരിക്കാൻ കഴിയില്ല. ഡി ബ്രോഗ്ലിയുടെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ, ദ്വൈത സ്വഭാവം ഉണ്ടല്ലോ, അതും വിശദീകരിക്കാൻ കഴിയില്ല. ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ തത്വം വിശദീകരിക്കാൻ കഴിയില്ല. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകാനുള്ള കഴിവ് വിശദീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ലിമിറ്റേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരാണെന്നുണ്ടെങ്കിൽ ആ സ്പെക്ട്രം വിശദീകരിക്കാൻ പറ്റില്ല. സീമൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റ് ഒന്നും വിശദീകരിക്കാൻ പറ്റുന്നില്ല. ഡി ബ്രോഗ്ലിയുടെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ വിശദീകരിക്കുന്നില്ല. ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ വിശദീകരിക്കാൻ കഴിയുന്നില്ല. ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകൾ ഉണ്ടാക്കാനുള്ള കഴിവ് വിശദീകരിക്കാനും കഴിയില്ല. ഇനി ഓരോ ഓർബിറ്റിൻ്റെയും ഊർജ്ജം ഇവിടെ EN ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? ഇവിടെ നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയാൽ മതി, നമുക്കിത് ആവശ്യമില്ല. നെക്സ്റ്റ് എന്താണ്? ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവം. എന്താണ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് വെച്ചാൽ ഡി ബ്രോഗ്ലിയുടെയാണ് പറയുന്നത് കേട്ടോ. ഡി ബ്രോഗ്ലിയാണ് ഈ ദ്വൈത സ്വഭാവം കണ്ടെത്തിയത്. അപ്പോൾ ഡി ബ്രോഗ്ലിയുടെ അഭിപ്രായത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൂക്ഷ്മ കണികകൾക്കും എന്തൊക്കെ സ്വഭാവമുണ്ട്? കണിക സ്വഭാവമുണ്ട്, തരംഗ സ്വഭാവമുണ്ട്. അപ്പോൾ ഡി ബ്രോഗ്ലിയുടെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്? ചലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൂക്ഷ്മ കണികകൾക്കും രണ്ട് സ്വഭാവമുണ്ട്. ഏതൊക്കെയാണ്? കണികാ സ്വഭാവമുണ്ട്, തരംഗ സ്വഭാവമുണ്ട്. ഇക്വേഷൻ, ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് λ=h/p ആണ്. λ= എന്താണ്? h/p ആണ്. h/p എന്ന് വെച്ചാൽ എന്താണ്? p എന്ന് വെച്ചാൽ മൊമെൻ്റ് അല്ലേ, p=mv ആണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? h/mv ആണെന്ന് പറയാം, അല്ലെങ്കിൽ h/p ആണെന്നും പറയാം. ഓക്കെ, അപ്പം ഡി ബ്രോഗ്ലിയുടെ എന്താണ് ഇക്വേഷൻ ചോദിക്കുകയാണെങ്കിൽ h/p ആണല്ലേ, h/mv അല്ലെങ്കിൽ h/p ആണ്. ലാംഡ എന്ന് വെച്ചാൽ എന്താണ്? λ=h/p ആണ്. ലാംഡ എന്ന് വെച്ചാൽ എന്താണ്? തരംഗ സ്വഭാവമാണ്. p എന്ന് വെച്ചാൽ എന്താണ്? മൊമെൻ്റം ആണെന്ന് പറഞ്ഞു. മാസ് കുറഞ്ഞ ഇലക്ട്രോൺ തരംഗ സ്വഭാവം അതായത് കണികാ സ്വഭാവമാണ്. ഈ മൊമെൻ്റം നമ്മൾ പറഞ്ഞില്ലേ, മൊമെൻ്റം p എന്ന് വെച്ചാൽ അത് കണികാ സ്വഭാവമാണ് കേട്ടോ. ഇനി മാസ് കുറഞ്ഞ ഇലക്ട്രോൺ
തരംഗ സ്വഭാവം കൂടുതൽ കാണിക്കും. മാസ് കുറവാണ് ഇലക്ട്രോണിനെന്നുണ്ടെങ്കിൽ എന്താണ് തരംഗ സ്വഭാവം കൂടുതലായിട്ട് കാണിക്കും. ഓക്കെ, ഇനി ഇത് ബോർ മോഡലിന് എതിരാണ്. അപ്പോൾ എന്താ ഇവിടെ പഠിച്ചത് ഡി ബ്രോഗ്ലിയുടെ ദ്വൈത സ്വഭാവത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അനിശ്ചിതത്വ തത്വം. ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിസൂക്ഷ്മ കണികകളായ ഇലക്ട്രോണുകളുടെ സ്ഥാനം, ആക്കം എന്നിവ വളരെ കൃത്യമായിട്ട് ഒരേ സമയം തീരുമാനിക്കാൻ കഴിയില്ല. അപ്പോൾ ഹൈസൻബർഗിയുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അനിശ്ചിത തത്വത്തിൽ എന്താ പറയുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിസൂക്ഷ്മ കണികകളായ ഇലക്ട്രോണുകളുടെ സ്ഥാനം, ആക്കം എന്നിവ വളരെ കൃത്യമായിട്ട് ഒരേ സമയം തീരുമാനിക്കാനായിട്ട് കഴിയില്ല. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ ഇക്വേഷൻ പറയുന്നുണ്ട്. ഡെൽറ്റ എക്സ് എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π 4π അല്ലേ. എച്ച് എന്ന് വെച്ചാൽ എന്താണ്? എച്ച് എന്ന് വെച്ചാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എക്സ് എന്ന് വെച്ചാൽ അനിശ്ചിതത്വമാണ്. എം എന്ന് വെച്ചാൽ മാസാണെന്ന് അറിയാം അല്ലേ. എം ബി എന്ന് വെച്ചാൽ എന്താണ്? എമ്മും ബിയും എന്ന് വെച്ച് എന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊമെൻ്റം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ആറ്റത്തിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. അപ്പോൾ ഇനി എന്താ ഇവിടെ പറയുന്നത്? ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം അല്ലേ. അതിന് മുമ്പ് നമ്മളിവിടെ പറഞ്ഞത് കംപ്ലീറ്റ് ആക്കിയില്ലേ. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം, ആറ്റത്തിൻ്റെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഡി ബ്രോഗ്ലിയുടെ ദ്രവ്യത്തിൻ്റെ ദ്വൈത സ്വഭാവത്തിനെയും ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ തത്വത്തിൻ്റെയും അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആറ്റം മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഹൈസൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ നമ്മൾ ഡി ബ്രോഗ്ലിയുടെ എന്താ പറയുന്നത് ദ്വൈത സ്വഭാവം പറഞ്ഞു അല്ലേ. അപ്പോൾ ഡുവൽ നേച്ചറിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് സ്വഭാവം കൂടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണക്ട് ചെയ്ത ആറ്റം മോഡലാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഇതിൻ്റെ അടിസ്ഥാന ഇക്വേഷൻ എന്താണ്? സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എന്നാണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്കൊരു ഗ്രാഫാണ്, നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് SPD എന്ന് പറയുന്ന ഓർബിറ്റൽസ് ആണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഓർബിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓർബിറ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഇങ്ങനെ സഞ്ചരിക്കുന്ന പാതയാണെന്ന് പറഞ്ഞു. ഓർബിറ്റൽസ് എന്ന് വെച്ചാൽ ഓരോ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇതാണ് എസ് ഓർബിറ്റൽ. നമുക്ക് നമ്മൾ നോക്കി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1s ഓർബിറ്റൽ, ഇത് 2s ഓർബിറ്റൽ. ഓർബിറ്റൽ എന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് പാത കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ തന്നിട്ടുണ്ട്. പി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഡംബലിൻ്റെ ആകൃതിയാണ്. അതുപോലെ തന്നെ ഡി ഓർബിറ്റൽ ആണെങ്കിൽ ഡബിൾ ഡംബ് ബെല്ല് ഷേപ്പാണ്. എസ് ആണെന്നുണ്ടെങ്കിൽ എസ് ഓർബിറ്റൽ ആണെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പാണ്. ഇനി പി ആണെങ്കിൽ ഡംബ് ബെല്ലാണ്. ഡി ആണെങ്കിലോ ഡംബ് ബെല്ലാണ്. അപ്പം ഇവിടെ നമുക്ക് എസിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പാണെന്ന് മനസ്സിലായി, പി ആണെങ്കിൽ ഡംബ് ബെല്ലാന്ന് മനസ്സിലായി, ഡി ആണെങ്കിലോ ഡംബ് ബെല്ലാന്ന് മനസ്സിലായി. ഇനി എന്താണ് ഓർബിറ്റൽസ് എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കാണാൻ സാധ്യത കൂടുതലുള്ള സ്ഥലത്തെയാണ് എന്ന് പറയുന്നത് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കൂടുതലായിട്ട് കാണുന്ന സ്ഥലമുണ്ടല്ലോ, കൂടുതലായിട്ട് കാണുന്ന സ്ഥലത്തെയാണ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ തരംഗ സ്വഭാവവും ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ തത്വവും അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ആശയം കൊണ്ടുവന്നത്. വ്യത്യസ്ത ഓർബിറ്റലുകൾക്ക് വ്യത്യസ്ത രൂപമാണ് ഉണ്ടായിരിക്കുക. നമ്മൾ നേരത്തെ കണ്ടു എസ് ബിയും ഡിയും ഷേപ്പാണല്ലോ. ഓർബിറ്റലുകൾക്ക് ദിശയുള്ളത് കൊണ്ട് തന്മാത്രകളുടെ ഘടന വിശദീകരിക്കാനായിട്ട് സാധിക്കും. ഒരു ഓർബിറ്റലിൽ പരമാവധി 2 ഇലക്ട്രോണുകളെ ഉണ്ടാകുള്ളൂ. ഒരു ഓർബിറ്റലിൽ പരമാവധി എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ? 2 എണ്ണമാണ് പരമാവധി വരുന്ന ഇലക്ട്രോണുകൾ. ഇനി എന്താണ് ക്വാണ്ടം നമ്പേഴ്സ്? 4 തരം ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ കണ്ടു SCRT അല്ലേ. ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടുന്ന 4 നമ്പറുകളുടെ കൂട്ടത്തെയാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടുന്ന 4 നമ്പറുകളുടെ കൂട്ടത്തെയാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് ആറ്റത്തിൻ്റെ അഡ്രസ്സാണ്. 4 ക്വാണ്ടം നമ്പറുകളാണുള്ളത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, പിന്നെ എന്താണ് സ്പിൻ ക്വാണ്ടം നമ്പർ. അപ്പോൾ ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോണുകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടുന്ന 4 നമ്പറുകളുടെ കൂട്ടാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഇത് ആറ്റത്തിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉണ്ട്, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ട്, സ്പിൻ ക്വാണ്ടം നമ്പർ ഉണ്ട്. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ ഇത് ഏത് ഷെല്ലിലാണ് അല്ലെങ്കിൽ ഏത് എനർജി ലെവലിലാണ് ഇലക്ട്രോൺസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഏത് ഷെല്ലിലാണോ അല്ലെങ്കിൽ ഏത് എനർജി ലെവലിലാണ് ഇലക്ട്രോൺസ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഇവിടെ നമുക്ക് ഇത് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ശരാശരി അകലം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ n = 1 2 3 4 ആണ് നമുക്ക് വാല്യൂ കൊടുക്കാം എപ്പോഴും. അപ്പോൾ n1 ആണെങ്കിൽ അത് ഒന്നാമത്തെ ഊർജ്ജനിലയാണെന്ന് മനസ്സിലാക്കാം, n2 ആണെങ്കിൽ രണ്ടാമത്തെ ഊർജ്ജനിലയാണെന്ന് മനസ്സിലാക്കാം. ഏത് ഊർജ്ജനിലയാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നെക്സ്റ്റ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ഇത് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റിൽ ആംഗുലാർ മൊമെൻറ്റത്തിന് അളവാണ് തീരുമാനിക്കുന്നത്.
അതായത് ഇതൊരു ഷെല്ലിൽ ഏത് സബ് ഷെല്ലിൽ ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പൽ കോണൻ നമ്പർ ഏത് ഷെല്ലിലാണ് നിൽക്കുന്നത്, ഏത് എനർജി ലെവലിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. അസിമുത്തിലാണെങ്കിൽ ഏത് സബ് ഷെല്ലിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓർബിറ്റലിലെ രൂപം തീരുമാനിക്കുന്നു, ഇലക്ട്രോൺ സ്ഥിതി ചെയ്യുന്നത്. നോക്കി n is equal to n നമുക്ക് തന്നിട്ടില്ല. ഇവിടെ നമുക്ക് L എന്ന് പറയുന്നുണ്ടല്ലോ, L എന്ന് പറയുന്നത് 0-ൽ നിന്ന് n- വരെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതായിട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ L കണ്ടുപിടിക്കുന്നതിനായിട്ട് 0 മുതൽ n-1 വരെയാണ് വരിക. അതായത് നമുക്ക് ഇത് L എന്ന് പറയുന്നത് 0 മുതൽ n-1 നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 0, 1, 2, 3 ആണെന്നുണ്ടെങ്കിൽ സബ് ഷെല്ലിൽ 0 ആണെങ്കിൽ S ആണ്, 1 ആണെങ്കിൽ P ആണ്, D ആണെങ്കിൽ 2 ആണ്, F ആണെങ്കിൽ 3 ആണ്. ഇനി ഓർബിറ്റലിൻ്റെ രൂപം നമ്മൾ പറഞ്ഞു. S ആണെങ്കിൽ സ്ഫെറിക്കലാണ്, P ആണെങ്കിൽ ഡംബ് ബെല്ലാണ്, D ആണെങ്കിൽ ഡബിൾ ഡംബ് ബെല്ലാണ്, ഇനി F ആണെങ്കിൽ കോംപ്ലക്സ് ആണ് അല്ലേ. ഇനി n is equal to 1 കൊടുത്തു, n is equal to 1 കൊടുത്തു, L is equal to 0 ആണെങ്കിൽ അവിടെ ഒരു വിലയേ ഉള്ളൂ അല്ലേ. n is equal to 1 കൊടുത്തു. അപ്പോൾ n എന്ന് പറയുന്നത് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ L എന്ന് വെച്ചാൽ 0 ആണ്. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിലയുള്ളൂ, അതായത് ഒരു സബ് ഷെല്ലുള്ളൂ, അതായത് ഒരു S മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഷെല്ല് നോക്കുകയാണ്. രണ്ടാമത്തെ ഷെല്ല് എന്ന് പറയുമ്പോൾ എന്താണ്, n is equal to 2 ആയിരിക്കും. അപ്പോൾ L എന്ന് പറയുമ്പോൾ അതായത് n എന്ന് വെച്ചാൽ നമുക്ക് 2 എണ്ണം ഉണ്ട് അല്ലേ. n എന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ട്. അപ്പോൾ L എന്ന് പറയുന്നത് എപ്പോഴും L സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴും 0 നിന്നാണ്. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ 0, 1 ആണ് വരാം. 2 വിലകൾ ഉണ്ടായിരിക്കും. അപ്പോൾ 2 സബ് ഷെൽ ഉണ്ടായിരിക്കും. 2 സബ് ഷെൽ എന്ന് പറയുമ്പോൾ 2 S 2 P എന്ന് കൊടുത്തു. ഇനി തേർഡ് ഷെല്ല്, അതായത് n is equal to 3 ആണ് വരുന്നതെങ്കിൽ n 3 ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ L എന്ന് വെച്ചാൽ എവിടെ നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 0, 1, 2 അല്ലേ. അപ്പോൾ 3 എണ്ണം കിട്ടി. അതായത് 3 സബ് ഷെൽ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. 3 സബ് ഷെൽ എന്ന് പറയുമ്പോൾ 3 S, 3 P, 3 D അങ്ങനെയാണ് വരിക അല്ലേ. 3 S ഉം P യും D, അതായത് S ഉം P യും D ഉണ്ട്. അതുപോലെ തന്നെ 3 എന്നുള്ളത് ഇപ്പുറത്തും ഇട്ട് കൊടുക്കുക. ഇനി മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, ഇതൊരു ബാഹ്യ മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോൺ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ സൂചിപ്പിക്കണം. ഇതൊരു സബ്ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ ഓറിയൻറ്റേഷൻ അഥവാ ഓർബിറ്റലിനെയാണ് സൂചിപ്പിക്കുന്നത്. സബ്ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ ഓറിയൻറ്റേഷനെ സൂചിപ്പിക്കുന്നതാണ് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ -L മുതൽ +L വരെയാണ് വരിക. -L മുതൽ +L വരെയാണ് വരിക. അപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. L എന്ന് പറയുന്നത് 0 കൊടുത്തു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ M 0 വരാം. അതായത് നമ്മൾ പറഞ്ഞു നമ്മളെ ഈ ഒരു മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ 3 വാല്യൂസ് ആണ്, അതായത് -1 മുതൽ +1 വരെയാണ് വരിക. അപ്പോൾ ഇതിനിടയിൽ -1 ഉണ്ടായിരിക്കും, പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കും, -1 ഉണ്ടായിരിക്കും, -2 ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ 0 ഉണ്ട്, 0 തൊട്ട് പിന്നെ എന്താണ് 1, 2, 3 അങ്ങനെയൊക്കെ പോകാം നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് M is equal to 0 എന്നുള്ളത്, L എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ M is equal to 0 ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. M is equal to 0 എന്ന് കൊടുത്തു. ഇനി അവിടെ ഒരു വില മാത്രമേ ഉള്ളൂ, അതായത് ഒരു S ഓർബിറ്റിൽ മാത്രമേ ഉള്ളൂ. ഇനി ഒരു സബ് ഷെല്ലിൽ നമ്മൾ L is equal to 1 എന്ന് കൊടുത്തു. അപ്പോൾ M എന്ന് പറയുന്നത് -1 ഉണ്ട്, 0 ഉണ്ട്, +1 ഉണ്ട്. എങ്ങനെ എഴുതുന്നു നോക്കി വയ്ക്കുക. -1, 0, +1. L is equal to 1 കൊടുത്തപ്പോൾ 1 ആണ് വരേണ്ടത്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ -1, 0, +1 അല്ലേ. -1 ഇപ്പുറത്ത് വന്നു, +1 അപ്പുറത്ത് വന്നു, നടുക്ക് 0 വന്നു. അപ്പം 3 വിലകളുണ്ട്, അതായത് 3 P ഓർബിറ്റൽസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് D സബ്ഷെല്ലാണെങ്കിൽ L is equal to 2 കൊടുത്തു. L is equal to 2 കൊടുത്താൽ -2 മുതൽ 2 വരെയാണ് വരിക. അതിനിടയിലുള്ള നമ്പേഴ്സ് എഴുതി വയ്ക്കുക. -2, -1, 0, +1, +2 അല്ലേ. അപ്പോൾ 5 വിലകളുണ്ട്. 5 വിലകളാണെങ്കിൽ 5 D ഓർബിറ്റൽസ് ആണ് വരിക. ഇനി സബ്ഷെല്ല് 3 കൊടുത്തു. L is equal to 3 എന്ന് കൊടുത്തു. L is equal to 3 എന്ന് കൊടുത്താൽ നമ്മൾ -3 മുതൽ +3 വരെയാണ് എഴുതുക അല്ലേ. -3, -2, -1, 0, +1, +2, +3 അങ്ങനെ എഴുതി 7 വിലകൾ വരും. അതായത് 7 F ഓർബിറ്റൽസ് ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു വില വന്നപ്പോൾ ഒരു S ഓർബിറ്റലാണ് ഉണ്ടായിരുന്നത്. 3 വില വന്നപ്പോൾ 3 P ഓർബിറ്റൽസ് വന്നു. 5 വില വന്നപ്പോൾ 5 D ഓർബിറ്റൽസ് വന്നു. 7 വില വന്നപ്പോൾ 7 F ഓർബിറ്റൽസ് ആണ് വന്നത്. ഇനി സ്പിൻ കോണന്റ് നമ്പർ, ഇത് ഇലക്ട്രോണിൻ്റെ സ്പിൻ ഓറിയൻറ്റേഷനെ സൂചിപ്പിക്കുന്നു. അതായത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ സൂചിപ്പിക്കുന്നതിനായിട്ടാണ് സ്പിൻ കോണന്റ് നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ടും ഈ കോണന്റ് നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. പ്രിൻസിപ്പൽ കോണന്റ് നമ്പർ എന്ന് വെച്ചാൽ ഏത് ഷെല്ലിലാണോ ഉള്ളതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. n is equal to 1 കൊടുക്കുകയാണെങ്കിൽ അത് ഒന്നാമത്തെ ഒറിജിനലി ആയിരിക്കും. രണ്ടാമത് അസിമുത്തൽ കോണന്റ് നമ്പറാണ്. അസിമുത്തൽ കോണന്റ് നമ്പർ എന്ന് വെച്ചാൽ ഏത് സബ് ഷെല്ലിലാണ് ഉള്ളതെന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് L-ൻ്റെ വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. L-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനായിട്ട് ഇവിടെ നമുക്ക് L-ൻ്റെ വാല്യൂ 0 മുതൽ n-1 വരെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 0 ആണെങ്കിൽ അത് S ആയിരിക്കും. 0 ആണെങ്കിൽ S ആയിരിക്കും. ഇനി നമ്മൾ ഇവിടേക്ക് അപ്പോൾ n-ൻ്റെ വാല്യൂ നമുക്ക് 1 കൊടുത്തു ആണെന്നുണ്ടെങ്കിൽ n-ൻ്റെ വാല്യൂ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ L is equal to 0 ആയിരിക്കും.
പിന്നെ നമുക്ക് അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കാം. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? സബ്ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ ഓറിയൻറ്റേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -1 മുതൽ പ്ലസ് വരെയുള്ള സയൻസ് ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് L0 കൊടുത്തെന്ന് വെച്ചാൽ 0 മാത്രം കൊടുത്താൽ മതി. L1 കൊടുത്തുന്നുണ്ടെങ്കിൽ -1 മുതൽ +1 വരെ കൊടുക്കണം. അതിന് എത്ര വിലകൾ വന്നിട്ടുണ്ടോ അതിനനുസരിച്ചാണ് എഴുതേണ്ടത്. 0 ആണെങ്കിൽ അവിടെ എപ്പോഴും എന്താണ് S ആണ് വരുന്നത്. പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്ന് കാണിക്കുന്നതിനായിട്ടാണ്. ഇനി റേഡിയൽ നോഡുകളുടെ എണ്ണം n-L-1 ആണ് കണ്ടുപിടിക്കാനായിട്ട്. ആംഗുലർ നോഡുകളുടെ എണ്ണം റേഡിയൽ നോഡുകളുടെ എണ്ണം n-L-1 ആണ്. ആംഗുലർ നോഡുകളുടെ എണ്ണം L ആണ്. ഇനി ആകെ നോഡുകളുടെ എണ്ണം n-1. ഒരു ഷെല്ലിലെ സബ്ഷെല്ലുകളുടെ എണ്ണം n. ഒരു ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം n². ഒരു ഷെല്ലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n². ഒരു സബ്ഷെല്ലിലെ ഓർബിറ്റലുകളുടെ എണ്ണം 12+1. ഇനി സ്റ്റേറ്റ് n+L റൂൾ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുന്നുണ്ട്. n+L വില കൂടി വരുന്ന ക്രമത്തിലാണ് ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ പൂർത്തീകരിക്കേണ്ടത്. 2 ഓർബിറ്റലുകൾക്ക് ഒരേ വില വന്നാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ കുറവുള്ളതിനാണ് ആദ്യം ഇലക്ട്രോൺ പൂർത്തീകരിക്കുന്നത് എന്നും പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതിയെന്ന് പറയുന്നുണ്ട്. നമ്മൾ SCRT കറക്റ്റ് പറഞ്ഞാണ്. H ഹൈഡ്രജൻ ഒന്നാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു 1s1 എന്നാണ് വരിക. അപ്പോൾ ഓർബിറ്റൽ ഡയഗ്രാം എന്തായിരിക്കും? ഇത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ? 1s1 എന്ന് പറയുമ്പോൾ ഒരു പെട്ടിയിൽ ശരിക്കും പറഞ്ഞാൽ 2 എണ്ണമാണ് ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നെക്സ്റ്റ് നമുക്ക് ഹീലിയം 2. അപ്പോൾ ഹീലിയം 2 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ S-ൽ 2 ആണ് അല്ലേ? S-ൽ നമുക്ക് 2 എണ്ണം ഉൾക്കൊള്ളും. അപ്പം നമ്മൾ ഇത് എഴുതുമ്പോൾ ഒരു പെട്ടിയിൽ നമുക്ക് 2 എണ്ണം ഉൾക്കൊള്ളും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ 2 എണ്ണം വന്നു കറക്റ്റായി അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിൽ 2 എണ്ണം വന്നു. നെക്സ്റ്റ് ലിഥിയം ആണെന്നുണ്ടെങ്കിൽ 3 ആണ്. അപ്പോൾ നമുക്ക് S-ൽ നമുക്ക് 2 എണ്ണം മാത്രം കൊള്ളുള്ളൂ. പിന്നെ അടുത്തതിലേക്ക് പോകണം. അടുത്ത ഒരു സീരീസ് എന്ന് പറയുമ്പോൾ 2s1 ആണ് വരിക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇത് എഴുതുമ്പോൾ ഈ ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നേരത്തെ കണ്ടില്ലേ, ആദ്യം തന്നെ നമ്മൾ ഒരു പെട്ടിയിൽ 2 എണ്ണം മാത്രമേ വരുള്ളൂ. അപ്പോൾ അതങ്ങനെ പൂർത്തീകരിച്ച് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഓരോന്നും കണ്ടുപിടിക്കേണ്ടത്. ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാമെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. ആറ്റങ്ങളുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ പൂർത്തിയാകുന്നത് ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിലാണ്. ഇവിടെ നമുക്ക് താഴെ തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്യുന്നത്. ആദ്യം 1s, പിന്നെ 2s, പിന്നെ 2p, പിന്നെ 3s, 3p, പിന്നെ അതിനുശേഷം നമ്മൾ എപ്പോഴും 3d ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെയാണ് നമുക്ക് തെറ്റാനായിട്ട് ചാൻസ്. PSC ചോദിക്കുന്നതും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 4s നിറഞ്ഞതിന് ശേഷം മാത്രമാണ് 3d ഇടാൻ പാടുള്ളൂ. ഇവിടെ വരെയാണ് PSC ചോദിക്കാറുള്ളത്. ഇതാണ് എപ്പോഴും തെറ്റിച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ 1s, 2s, 2p, 1s, 2s, 2p, 3s, 3p, 4s, 3d. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഓരോ ഇലക്ട്രോൺസും പൂർത്തിയാകുന്നത് ഇപ്പോൾ നമുക്ക് S-ൽ നോക്കുകയാണെങ്കിൽ 2 ആണ്, P-ൽ നോക്കുകയാണെങ്കിൽ 6 ആണ്, D-ൽ നോക്കുകയാണെങ്കിൽ 10 ആണ്, F-ൽ നോക്കുകയാണെങ്കിൽ 14 ആണ്. അത്ര ഇലക്ട്രോൺസ് ആണ് കൊള്ളുള്ളൂ, മാക്സിമം കൊള്ളുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്താണ് പോൾസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. ഒരു ആറ്റത്തിൽ 2 ഇലക്ട്രോണുകൾക്ക് 4 ക്വാണ്ടം നമ്പറുകൾ ഒരേപോലെ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഷെല്ലിലെ 2 ഇലക്ട്രോണുകൾക്ക് ഒന്നാമത്തെ ഇലക്ട്രോണിന് n=1, L=0, M=0, S എന്ന് വെച്ചാൽ +1/2 ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് വായിച്ച് വിട്ടാൽ നോക്കിയാൽ മതി കേട്ടോ, ഒന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. ഒരു സബ്ഷെല്ലിലെ ഓർബിറ്റലുകളിൽ ഓരോ ഇലക്ട്രോൺ വന്നതിന് ശേഷം മാത്രമാണ് ഇലക്ട്രോൺ ജോഡി ആവുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരെണ്ണം കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് അടുത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോവുള്ളൂ. അപ്പോൾ ഒരു സബ്ഷെല്ലിൽ ഓർബിറ്റലുകളിൽ ഓരോ ഇലക്ട്രോൺ വന്നതിന് ശേഷം മാത്രമാണ് ഇലക്ട്രോണുകൾ ജോഡിയായിട്ട് മാറുന്നുള്ളൂ. ഇനി ക്രോമിയത്തിനെയും കോപ്പറിനെയും ഇലക്ട്രോൺ കോൺഫിഗറേഷനുള്ള വ്യത്യാസത്തിന് കാരണം ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ 3D 5 അല്ലേ, 5 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രോമിയത്തിലാണെങ്കിൽ, കോപ്പറിലാണെന്നുണ്ടെങ്കിലോ 3D 10 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ ഭാഗികമാണെന്നുണ്ടെങ്കിലും പൂർണ്ണമാണെങ്കിലും സ്ഥിരത കൂടുതലായിരിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഭാഗികമായിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഫുള്ളായിട്ട് കൊടുക്കുക. ഓക്കെ, ക്രോമിയം 3D 5 ആണ്, കോപ്പർ ആണെങ്കിൽ 3D 10 ആണ്. അത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെക്കുറിച്ചിട്ട് NCERT വരുന്നത്. ക്ലാസ്സൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.